എല്ലാവർക്കും നമസ്കാരം. ജോഡിത്തിന്റെ പ്രതികാരം എന്ന എൻ്റെ ഈ ഒരു പ്രസന്റേഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് തരത്തിലുള്ള പ്രതികാരത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. PhD എടുക്കണമെന്ന മോഹവുമായി ഈ സുന്ദരി ചെന്ന് കയറിയത് സിംഹങ്ങളുടെ മടയിലായിരുന്നു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. സൈക്കോളജിയിൽ PhD എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലേഡി ചെല്ലുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. എന്നാൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാനായിരുന്ന ജോർജ് ഏട്ടൻ പറഞ്ഞു, "We are not in doubt about your ability to perform course assignments or to get along well with your fellow students. But we are in considerable doubt that you will develop into our professional stereotype of what an experimental psychologist should be." നിങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കോഴ്സ് അസൈൻമെന്റ്സ് നിങ്ങൾ വൃത്തിയായി ചെയ്യുന്നുള്ള കാര്യത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികളുമായി നിങ്ങൾ എങ്ങനെ ഒത്തുപോകും എന്നുള്ള കാര്യത്തിലോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഹാർവാർഡിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാനായിരുന്ന ജോർജ് മില്ലർ ഇവർക്ക് PhD നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രം കൈമുതലാക്കി അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. 37 വർഷങ്ങൾക്കിപ്പുറം മികച്ച സൈക്കോളജി ആർട്ടിക്കിളിനുള്ള ജോർജ് മില്ലർ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട്, അതായത് പണ്ട് ഹാർവാർഡിൽ നിന്ന് പുറത്താക്കിയ അതേ പ്രൊഫസറിലെ ആളുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സുന്ദരി പറഞ്ഞു, "I am not a teacher, not a student, not a researcher, not a clinician, and I am not a member of American Psychological Association. I am grateful to you for your willingness to overlook these deficiencies. But now that I have thanked you, I am going to do something rather rude. I am going to look the gift horse in the mouth and complain that it hasn't been flossing. My goal is to pry you loose from one of your basic beliefs, one of the cherished beliefs of the 20th century psychology. My goal is to convince you that something you don't even think of as a testable hypothesis because you take it so much for granted is only an assumption. What's more, it is an unwarranted assumption and very likely a false assumption. I call it the nurture assumption." അപ്പോൾ ഇവര് 37 വർഷങ്ങൾക്ക് ശേഷം പണ്ട് ഹാർവാർഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ അതേ പ്രൊഫസറുടെ പേരിലുള്ള അവാർഡ് ഏറ്റ് വാങ്ങിക്കൊണ്ട് അവർ പറയാണ്, അവരൊരു ടീച്ചറല്ല, അവരൊരു അധ്യാപികയല്ല, ഒരു വിദ്യാർത്ഥിയല്ല, ഒരു ഗവേഷകയല്ല, അല്ലെങ്കിൽ ഒരു ക്ലിനീഷ്യൻ അല്ല, അവർ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു മെമ്പർ പോലും അല്ല. അപ്പോൾ നിങ്ങൾ ഈ കുറവുകളൊന്നും കാര്യമാക്കാതിരുന്നതിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷേ ഞാനിനി ചെയ്യാൻ പോകുന്നത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ദാനം കിട്ടിയ കുതിരയുടെ പല്ലെണ്ണി നോക്കരുതെന്ന് പറയുമല്ലോ. നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു സാധനം അല്ലേ. ഇപ്പം കുതിരയുടെ പല്ല് നോക്കിയിട്ടാണ് അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു ചൊല്ല് വരുന്നത്. അപ്പോൾ ദാനം കിട്ടിയ കുതിരയാണ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പല്ലെണ്ണി നോക്കുന്നില്ല, അതിനെ കൊണ്ട് വീട്ടിൽ പോകും. അപ്പോൾ ദാനം കിട്ടിയ കുതിരയെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം അതിനെ എന്താ പറയുക, അതിനെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഈ ലേഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലെണ്ണി നോക്കി, ഈ ദാനം കിട്ടിയ കുതിരയുടെ പല്ലെണ്ണി നോക്കുക. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഈ ദാനം കിട്ടിയ കുതിരയെ പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന വിശ്വാസം, ഇവരതിനെ വിളിക്കുന്നത് നർച്ചർ അസംഷൻ എന്നാണ്. നർച്ചർ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രക്ഷിതാക്കളാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നുള്ള ഒരു അസംഷൻ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു അസംഷൻ മാത്രമാണ്, ഒരു ഫോൾസ് അസംഷൻ ആവാൻ എല്ലാ സാധ്യതയുള്ള ഒരു അസംഷൻ മാത്രമാണെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജൂഡിത്ത്. ഇവരുടെ പ്രതികാരത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജൂഡിത്ത് റിച്ച് ഹാരിസ് ഇവരൊരു സ്വതന്ത്ര ഗവേഷകയാണ്. 1938 ഫെബ്രുവരി 10 ഇവർ ജനിക്കുന്നത്. 1960 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD പ്രോഗ്രാമിൽ നിന്ന് ഇവർ ഡിസ്മിസ് ചെയ്യപ്പെട്ടു. 1981 ശേഷം ഇവർ ടെക്സ്റ്റ് ബുക്കുകളിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്മെന്റ് സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ. ഇവർക്കൊരു ചർമ്മരോഗം ഉണ്ടായിരുന്നു, ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്നു.
അവർക്ക് അതുകൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എഴുതി ജീവിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഫോക്കസ് ചെയ്യുന്നത്. 1984 റോബർട്ട് ലൈബർട്ട് എന്ന് പറയുന്ന ആളുടെ കൂടെ ഇവർ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതുന്നുണ്ട് ആദ്യമായിട്ട്, ദ ചൈൽഡ് എന്ന് പറയുന്ന പുസ്തകം. ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിലെ ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ 1992 ഇൻഫൻറ്റ് ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകങ്ങൾ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിലെ പുസ്തകങ്ങൾ എഴുതിയിട്ടാണ് ഇവർക്കൊരു പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് റൈറ്റർക്ക് അയാളുടെ ഒരു നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അതായത് ഈ ഫീൽഡിനകത്ത് ഏതൊക്കെ ഗവേഷകർ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഒരുപാട് ഇപ്പോൾ അക്കാഡമിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അതിനകത്ത് ഒരുപാട് പലതരത്തിലുള്ള ആളുകളുണ്ട്, പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തുന്നുണ്ട്. അവർ നേച്ചർ സൈഡിലുള്ള ആളുകളുണ്ട്, നർച്ചർ സൈഡിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു വിവരണം അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഒരു ടെക്സ്റ്റ് ബുക്ക് റൈറ്റർക്ക് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം വായിക്കുന്നുണ്ട്, എല്ലാ സൈഡും, ഇവരെല്ലാ ആർഗ്യുമെന്റ്സും കേൾക്കുന്നുണ്ട്, എല്ലാ സൈഡിലുള്ളവരും. അങ്ങനെ ഇവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. ഇപ്പം ഇവർ ഈ സൈക്കോളജിയിൽ ആൾക്കാർ പറയുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയൊന്നല്ല കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്. അങ്ങനെ ഇവർ ടെക്സ്റ്റ് ബുക്ക് എഴുതൽ നിർത്തിയിട്ട് ഇവരെന്ത് ചെയ്യാണ്, 1994 ഇവരൊരു പുതിയ തിയറി ഉണ്ടാക്കുകയാണ്, ഗ്രൂപ്പ് സോഷ്യലൈസേഷൻ തിയറി. ആ തിയറീനെ ഇവർ ഡെവലപ്പ് ചെയ്തൊരു ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കുന്നു. അത് സൈക്കോളജിക്കൽ റിവ്യൂ എന്ന് പറയുന്ന ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നു. ആ ജേണലിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിനാണ് ഇവർക്ക് ജോർജ് മില്ലർ പുരസ്കാരം കിട്ടുന്നത്, പണ്ട് ഹാർവാർഡിൽ നിന്ന് പുറത്താക്കിയ അതേ പ്രൊഫസറുടെ പേരിലുള്ളത്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ആർട്ടിക്കിൾ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പുസ്തകം ആക്കുന്നുണ്ട്. പിന്നീട് സ്റ്റീവൻ പിങ്കർ, ഹാർവാർഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീവൻ പിങ്കറൊക്കെ ആവശ്യപ്രകാരം ഇവരൊരു പുസ്തകം എഴുതി ഉണ്ടാക്കുന്നുണ്ട്, ദ നർച്ചർ അസംഷൻ എന്നുള്ള ബേസിൽ. 1998 അതിൻ്റെ ഫസ്റ്റ് വേർഷൻ വരുന്നത്. പിന്നെ 2009 അതിൻ്റെ റിവൈസ്ഡ് എഡിഷൻ വരുന്നു. ആ റിവൈസ്ഡ് എഡിഷൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു പ്രസൻറ്റേഷൻ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ ഒരു ടോക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ആദ്യ ഭാഗത്ത് പറയുന്നത് നർച്ചർ എന്ന് പറയുന്നതും എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതും സെയിം അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗത്ത് സോഷ്യലൈസേഷൻ റിസർച്ചിൻ്റെ പ്രശ്നങ്ങൾ. മൂന്നാമത്തെ ഭാഗത്ത് നർച്ചർ അസംഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ, അതായത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പാരൻസ് ആണ് എന്നുള്ള വിശ്വാസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ അവതരിപ്പിക്കുകയാണ്. നാലാമത്തെ ഭാഗത്തിൽ സെപ്പറേറ്റ് വേൾഡ്സ് എന്ന് പറയുന്ന ഐഡിയ, ഇപ്പം നമ്മളുടെ വീട് എന്ന് പറയുന്നതും വീടിന് പുറത്തുള്ള സ്ഥലങ്ങളും അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളാണ് എന്നുള്ളൊരു ഐഡിയ ആണ് ആ ഒരു ഭാഗത്തിൽ അവതരിപ്പിക്കുന്നത്. അവസാനം ഹ്യൂമൻ നേച്ചർ, മനുഷ്യ പ്രകൃതി, എവല്യൂഷൻ്റെ കാഴ്ചപ്പാടിൽ പാരന്റിങ്ങിനെ നോക്കിക്കാണുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം. നർച്ചറും എൻവയോൺമെൻറ്റും സെയിമും അല്ല, അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന സമയത്ത് പണ്ടത്തെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിരുന്നത് ഹെറിഡിറ്റി ഒരു കാരണമാവും, എൻവയോൺമെൻറ്റ് ഒരു കാരണമാവും എന്നുള്ളതാണ്. അവർ യൂസ് ചെയ്തിരുന്നത് ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ് എന്നുള്ള വേർഡ്സാണ്. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ പാരമ്പര്യം, നമ്മുടെ ജീനുകൾ. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ കളിസ്ഥലങ്ങൾ, നമ്മുടെ സ്കൂള്, അങ്ങനെ അതിന് നമ്മുടെ പുറത്തുള്ള ചുറ്റുപാടൊക്കെ. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രാൻസിസ് ഗാൾട്ടൻ്റെ ഒക്കെ ഒരു സമയത്തിന് ശേഷം, ഫ്രാൻസിസ് ഗാൾട്ടനാണ് നർച്ചർ എന്ന് പറയുന്ന ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു യൂസേജ് കൊണ്ടുവരുന്ന ഫ്രാൻസിസ് ഗാൾട്ടനാണ്, ചാൾസ് ഡാർവിൻ്റെ കസിനായിരുന്നു. അപ്പോൾ അതൊരു ക്യാച്ചി ആയിട്ടുള്ള ഫ്രേസ് ആണല്ലോ. പിന്നെ അത് വ്യാപകമായിട്ടുള്ള യൂസേജിൽ വരികയാണ്. നർച്ചർ എന്ന് പറയുന്നതും നർച്ചർ എന്ന് പറയുന്നത് ശരിക്കും ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റിന് സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേച്ചർ, ഹെറിഡിറ്റി ഓക്കെ ഫൈൻ, ജീനുകളാണ് രണ്ടും ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ
നർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ എന്താണ്, ആരാണ് നമ്മളെ നർച്ചർ ചെയ്യുന്നത്? നമ്മുടെ പേരൻസ് ആണല്ലോ. അപ്പോൾ നർച്ചർ എന്ന് പറയുന്ന അതൊരു ലോഡഡ് വേർഡാണ്. ആ വാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പേരൻസിന് വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് വരികയാണ്. പക്ഷേ എൻവയോൺമെന്റ് എന്നുള്ള വാക്കിന് ആ പ്രശ്നമില്ല. എൻവയോൺമെന്റിൽ പേരൻസ് മാത്രമല്ല, വേറെ ഒരുപാട് ഘടകങ്ങൾ വരും. നമ്മുടെ കളിക്കൂട്ടുകാർ വരും, നമ്മുടെ സ്കൂള് വരും, നമ്മുടെ വർക്ക് പ്ലേസ് വരും. അങ്ങനെ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തതാണ്, ഇനി നേച്ചർ നർച്ചർ എന്നുള്ള ടേം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, അതൊരു തെറ്റായ പ്രയോഗമാണ്. ഹെറിഡിറ്റി എൻവയോൺമെന്റ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുക. നർച്ചർ അസംഷൻ്റെ ഹിസ്റ്ററി ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. ഫ്രാൻസ് ഗാൾട്ടനാണ് ആദ്യമായിട്ട് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൾക്ക് ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ഈ ഒരു യൂസേജ് കിട്ടുന്നത്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോളജി പഠിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് നർച്ചർ അസംഷൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. കാരണം പുള്ളിയുടെ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന ഐഡിയ ഒക്കെ ശരിക്കും പേരൻസ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നുള്ളതിനൊക്കെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ബിഹേവിയറിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് വരുന്നു. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോയിഡിൻ്റെ ഇക്വേഷൻസിൽ നിന്ന് സെക്സും വയലൻസും എടുത്ത് മാറ്റുന്നു. പക്ഷെ അവർ നർച്ചർ അസംഷൻ റിട്ടൈൻ ചെയ്യുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം അവർ ജനറ്റിക്സിൻ്റെ റോൾസൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവർ വിചാരിക്കുന്നത് കൂടുതൽ ഇതിനകത്ത് പങ്കുവഹിക്കുന്നത് പാരൻസ് ആണെന്നുള്ളത് തന്നെയാണ്. പിന്നെ ജോൺ ബി വാട്സൺ, പുള്ളിക്കാരൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എനിക്ക് 12 കുട്ടികളെ തരും, അവരേത് റൈസിൽ നിന്നുള്ളതായിക്കോട്ടെ, ഏത് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിക്കോട്ടെ, ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു 10, ഇപ്പോൾ അവരെ ഡോക്ടറാക്കണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണോ അതല്ലെങ്കിൽ ഈവൻ ഞാൻ ആക്കിത്തരാം, ജോൺ ബി വാട്സൺ പറയുകയാണ്. അപ്പം നർച്ചറിൻ്റെ പവറിലുള്ള ആ ഒരു സമയത്തൊക്കെ സൈക്കോളജി മുഴുവൻ നർച്ചർ ബേസ് ആയിരുന്നു. പിന്നെ BF സ്കിന്നർ വരുന്നു. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്ക് ഈ ഒരു അസംഷൻ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തി. അതായത് പാരൻസിന് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നെ സൈക്കോളജിസ്റ്റുകൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ ചോദിക്കുന്നില്ല, എങ്ങനെയൊക്കെ പാരൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ഇവർ പഠിക്കുന്നതൊക്കെ. അപ്പോൾ BF സ്കിന്നർ പുള്ളിക്കാരൻ പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് വഴി ഇപ്പോൾ പാരൻസ് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പെരുമാറ്റ രീതി കുട്ടികൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പാരൻസ് എന്ത് ചെയ്യും, റിവാർഡ്സ് കൊടുക്കും. ഇനി അതല്ല അക്സെപ്റ്റബിൾ അല്ലാത്തൊരു ബിഹേവിയർ കാണുകയാണെങ്കിൽ പാരൻസ് എന്ത് ചെയ്യും, അവരെ പണിഷ് ചെയ്യും. അങ്ങനെ പാരൻസ് എന്ത് ചെയ്യും, കുട്ടികളുടെ സ്വഭാവം ഷേപ്പ് ചെയ്തെടുക്കും. ഇതാണ് BF സ്കിന്നറൊക്കെ വിശ്വസിച്ചിരുന്നത്. ഇനി നിങ്ങളൊരു ബുക്ക് സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ പാരന്റിങ് ഗൈഡ്സ് കാണാം. അപ്പോൾ അതിനകത്തൊക്കെ സ്ഥിരം ഈ പാരന്റിങ് എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളോട് സ്നേഹത്തോടും കരുതലോടുകൂടിയും പെരുമാറുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾ പെരുമാറുക. അപ്പോൾ കുട്ടികൾ എന്തായി തീരും, അവർ അറ്റാച്ച്ഡ് ആയിരിക്കും, അവർ ആത്മവിശ്വാസമുള്ളവരായിരിക്കും, അവർ ഫ്രണ്ട്ലി ആയിരിക്കും. ഇതുപോലുള്ള കുറേ ഉപദേശങ്ങൾ കാണാം അതിനകത്ത്. പിന്നെ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുക, അവരോട് സംസാരിക്കുക, അവർക്ക് പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബ്രൈറ്റ് ആവുമെന്നാണ് പറയുന്നത്. എൻ്റെ ഗുരുനാഥ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഡോക്ടർ മനോജ് ബ്രൈറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ കുട്ടികൾ ബ്രൈറ്റ് ആവും എന്നുള്ളതാണ് സങ്കല്പം. അതുപോലെ നിങ്ങൾ ഫേമായിട്ടുള്ള നിങ്ങളെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ കർക്കശമായിട്ട് പറയുന്നു. പക്ഷെ കല്ലികൊത്തിയ നിയമങ്ങൾ എന്നല്ല പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികളെ ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടില്ല. ഇതൊക്കെയാണ് സങ്കല്പം. ഞാനിത് മുഴുവൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ഇനി അക്കാഡമിക് സൈക്കോളജിയിൽ വലിയൊരു ഡിവൈഡ് ഉണ്ട്. അതിലൊരു വിഭാഗം ആളുകൾ സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സാണ്, ഒരു വിഭാഗം ആളുകൾ ബിഹേവിയറൽ ജനറ്റിസിസ്റ്റുകളാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൈഡ് നർച്ചർ സൈഡാണ്, ഒരു സൈഡ് നേച്ചർ സൈഡാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെട്ട് വരുന്നതിൽ പിന്നിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവഹിക്കുന്നത് എന്തൊക്കെയാണ്, നേച്ചറും നർച്ചറും എന്നാണ് പൊതുവെ ആളുകൾ പറയുക. ഞാൻ പറഞ്ഞു അങ്ങനെ ടേം യൂസ് ചെയ്യരുത്, ഹെറിഡിറ്റി എൻവയോൺമെന്റ് എന്നുള്ള ടേം യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഹെറിഡിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് ബിഹേവിയറൽ ജനറ്റിസിസ്റ്റുകൾ.
അതായത് ജീനുകൾ എങ്ങനെയൊക്കെ നമ്മുടെ സ്വഭാവത്തിനെ കുട്ടികളുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള പഠിക്കലാണ് ബിഹേവിയറൽ ജനസിസ്റ്റുകളുടെ പണി. അതേസമയം സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സ് എന്താണ്, നർച്ചർ സൈഡ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് സൈഡ് നോക്കുന്നവരാണ്. അവർ പാരൻസ് എങ്ങനെ കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നു എന്ന് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്പേർട്ട് സാധാരണഗതിയിൽ എന്താണ്, അവർ ആ ഒരു ഫീൽഡിനകത്തുള്ള ആൾക്കാർ പറയുന്ന തിയറികൾ മാത്രം വായിച്ച് ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ബിഹേവിയറൽ ജനറ്റിസ്റ്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡും അവർ ജീനുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുന്ന ആളുകളാണ്. നമ്മുടെ ജൂഡിത്ത് റിച്ച് ഹാരിസിന് എന്ത് സംഭവിച്ചു, ഇവർ ടെക്സ്റ്റ് ബുക്ക് എഴുതാൻ നോക്കിയ സമയത്ത് ഇവിടെ ഈ രണ്ട് സൈഡിലും എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു ഗുണം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു തിയറിയിലേക്ക് വരാൻ പറ്റിയത്. ഇതിൽ സോഷ്യലൈസേഷൻ റിസർച്ച് ഞാൻ പറഞ്ഞു നർച്ചർ സൈഡാണ്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പേരൻസ് കുട്ടികളോട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് സങ്കല്പം. പേരൻസ് ആണ് കുട്ടികളെ അവരുടെ സ്വഭാവം ഷേപ്പ് ചെയ്യുന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ഇവർ ഈ സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റിങ് സ്റ്റൈൽസ് നോക്കും, ബർത്ത് ഓർഡർ ഇഫക്ട്സ് നോക്കും, അങ്ങനെ വീടിനകത്തുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നോക്കും. എന്നിട്ട് അതൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് പഠിക്കും. ബിഹേവിയർ ജനസിസ്റ്റുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടീൻ സ്റ്റഡീസ് നോക്കും, അഡോപ്ഷൻ സ്റ്റഡീസ് ഒക്കെ നോക്കും. എന്നിട്ട് ജീനുകളും പരിസ്ഥിതിയും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് പഠിക്കും. ഈ ഒരു ഡിവൈഡ് അക്കാഡമിക് സൈക്കോളജിയിൽ ഉണ്ടെന്ന് പറയായിരുന്നു ഞാൻ. ഇനി സോഷ്യലൈസേഷൻ റിസർച്ചിന്റെ പ്രശ്നങ്ങൾ, അതാണ് ഇനി ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സ് സാധാരണഗതിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കും, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, അവരെങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കും. കുട്ടികൾ എന്തായിത്തീരുന്നു എന്നുള്ളത് നോക്കും, എങ്ങനെയൊക്കെ ആയിത്തീരുന്നുള്ളൂ, അവർ സക്സസ്ഫുൾ ആവുന്നുണ്ടോ, അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കും. എന്നിട്ട് ഇത് തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് കോറിലേഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ നേരെ പോയിട്ട് അവരെ തിയറി പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് പൊതുവിൽ ഈ സോഷ്യലൈസേഷൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളിലേക്കാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടേബിളിനകത്ത് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ചില യുക്തിവാദി ഉണ്ടല്ലോ, അവർക്ക് ഡാറ്റ വേണം. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കുറേ ഡാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫേക്കാണ്, ചുമ്മാ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്രൊക്കോളി കഴിക്കുന്നതും നമ്മളുടെ ആരോഗ്യനിലയും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം, അതാണ് ഈ ഒരു ടേബിളിനകത്ത് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ബ്രൊക്കോളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവനോടെ ഉണ്ടോ, നിങ്ങൾ ആരോഗ്യവാനാണ്. അതല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ആരോഗ്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ആരോഗ്യനെ ഡിഫൈൻ ചെയ്യുന്നത് ഇവർ. ഇനി നിങ്ങൾ ഈ ടേബിളിനകത്ത് നോക്കുക, അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ബ്രൊക്കോളി ലവേഴ്സ്. അവരെന്താണ്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബ്രൊക്കോളി കഴിക്കുന്ന ആളുകളാണ്. ഇനി ബ്രൊക്കോളി ടോളറേറ്റേഴ്സ്, അവർ മാസത്തിൽ ഒരിക്കൽ ബ്രൊക്കോളി കഴിക്കും. പിന്നെ ബ്രൊക്കോളി ഷണ്ണേഴ്സ്, അവർ ബ്രൊക്കോളി കഴിക്കുകയില്ല. ഇനി ഇപ്പുറത്തെ സൈഡ് എന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആളുകളെ നിരീക്ഷിക്കുകയാണ്, ഈ ബ്രൊക്കോളി ഷണ്ണേഴ്സിനും ബ്രൊക്കോളി ലവേഴ്സിനും ബ്രൊക്കോളി ടോളറേറ്റേഴ്സിനും. എന്നിട്ട് എത്ര ശതമാനം ആളുകൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പുറത്തെ ടേബിളിനകത്ത് കാണിച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾ എല്ലാവരെയും നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൊക്കോളി ലവേഴ്സ് 99% ജീവനോടെ ഉണ്ട്, ബ്രൊക്കോളി ടോളറേറ്റേഴ്സ് 98% ജീവനോടെ ഉള്ളൂ, ബ്രൊക്കോളി ഷണ്ണേഴ്സ് ആണെങ്കിൽ 97% ജീവനോടെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു ട്രെൻഡ് ഉണ്ട്, പക്ഷെ അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ബ്രൊക്കോളി കഴിക്കുന്നത് കൊണ്ട് കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ബൈ ചാൻസ് കൊണ്ട് ഇങ്ങനെ വന്നതായിരിക്കാം. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മൊത്തം സബ്ജക്ട്സിനെ ഉണ്ടല്ലോ, ഈ റിസർച്ചിൽ ഈ പഠനത്തിൽ പങ്കെടുത്തിട്ടുള്ള മൊത്തം ആളുകളെ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട് തിരിക്കുകയാണ്. അതിൻ്റെ ഡാറ്റയാണ് ഇപ്പുറത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട് തിരിക്കുന്ന സമയത്ത് നോക്ക്, വിമൺ എല്ലാ കാറ്റഗറിയിലും 99% തന്നെ ജീവനോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ വ്യത്യാസമൊന്നും കാണുന്നില്ല. ആണുങ്ങളെടുത്ത് നോക്കുക, 99% ബ്രൊക്കോളി ലവേഴ്സ് ബാക്കി ഉണ്ടാവുന്നത്. ബ്രൊക്കോളി ടോളറേറ്റേഴ്സ് ആണെങ്കിൽ 97% ഉള്ളൂ.
ബ്രൊക്കോളി ഷണ്ണേഴ്സ് ആണെങ്കിൽ 95% അപ്പോൾ ആ ഡിഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവരെന്ത് ചെയ്യാണ്, നേരെ ചെന്ന് ഈ തിയറി പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ഇത് പത്രക്കാരിത് കാണുമ്പോൾ പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയാണ്: ഈറ്റിംഗ് ബ്രൊക്കോളി മേക്സ് മെൻ ലിവ് ലോങ്ങർ, സ്റ്റഡി ഷോസ്. ഇതാണ് പത്രക്കാർ റിപ്പോർട്ട്. ഇതാണ് സോഷ്യലൈസേഷൻ റിസർച്ചിൽ നടക്കുന്നത്. നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവർ കോട്ട് ചെയ്യുന്ന സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഈ പാരന്റിങ്ങിന്റെ എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അത് ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ, അല്ലെങ്കിൽ ഏഷ്യൻസിന് വേറെ, അമേരിക്കൻസിന് വേറെ. ഭയങ്കര രസമാണ്. അതിലേക്ക് ഞാൻ വരാം, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി സോഷ്യലൈസേഷൻ റിസർച്ചിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീനുകളുടെ എഫക്റ്റ് ഇവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പേരൻസ് കുട്ടികൾക്ക് എൻവയോൺമെന്റ് മാത്രമല്ലല്ലോ പകർന്നു കൊടുക്കുന്നത്, അവർ ജീനുകൾ പകർന്നു കൊടുക്കുന്നുണ്ടല്ലോ. ജീനുകൾ സ്വഭാവ രൂപീകരണത്തിൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അത് പരിഗണിക്കണമല്ലോ. ജീനുകളുടെ എഫക്റ്റ് മാറ്റി നിർത്തിയിട്ട് വേണമല്ലോ നിങ്ങൾ തിയറികൾ എഴുതിണ്ടാക്കാൻ. സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സ് അത് ചെയ്യാറില്ല. ഇപ്പോൾ ഈ ചോദ്യം നോക്കുക: ക്യാൻ യു മേക്ക് എ ഫോക്സ് ഹൗണ്ട് ഇൻ ടു എ പൂഡിൽ? നിങ്ങൾക്ക് ഈ ഫോട്ടോയ്ക്കകത്ത് 2 പട്ടികളെ കാണാം. നിങ്ങൾക്ക് ഈ പട്ടികളെ കുറിച്ച് മുന്നൊന്നും അറിയില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അതിൻ്റെ പേര് കേട്ടാൽ ഏതാണ് ഫോക്സ് ഹൗണ്ട് എന്നുള്ളതും ഏതാണ് പൂഡിൽ എന്നുള്ളതും മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഈ ഫോക്സ് ഹൗണ്ട് പട്ടീനെ പൂഡിൽ പട്ടിയാക്കുക, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ജനറ്റിക്കലി ഡിഫറെൻ്റ് ആണ്. ഇനി അവരെ ഫിസിക്കലി മാത്രമല്ല അവരെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. നമുക്കറിയാം. ഇപ്പോൾ പട്ടീനെ വളർത്തുന്നവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാം, പട്ടികളെ കാണാൻ മാത്രമല്ല അവരുടെ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാകും ബ്രീഡ് അനുസരിച്ച്. ഇനി ചോദ്യം ഇതാണ്: ഇപ്പം നിങ്ങൾ ഇതൊക്കെ നർച്ചർ സൈഡ് ബാധിക്കുന്ന ആളുകളുടെ അടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയാം, ഇപ്പോൾ ഫോക്സ് കൊണ്ട് പട്ടി വളർന്നത് എങ്ങനെയാണ്? ഈ ഒരുപാട് ഫോക്സ് കൊണ്ട് പട്ടികളുള്ള ഒരു പട്ടിക്കൂട്ടിലാണ്, അതാണ് അതിൻ്റെ സ്വഭാവം ഇങ്ങനെ എന്ന് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം. അവരങ്ങനെ വാദിക്കുന്നതല്ല ഞാൻ പറയുന്നത്. അവർക്കങ്ങനെ വാദിക്കാം ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി പൂഡിൽ പട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, പൂഡിൽ പട്ടിയുടെ സ്വഭാവം എന്താണ് ഇങ്ങനെ നൈസായിട്ട് എന്ന് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതൊരു അപ്പാർട്ട്മെൻറ്റിൽ 31ാം നിലയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഓണറുണ്ട്. ആ ഓണറുടെ കൂടെയാണ് ഈ ഒരു പൂഡിൽ പട്ടി വളർന്നത്. അതുകൊണ്ടാണ് ആ പട്ടിയുടെ സ്വഭാവം ഇങ്ങനെയെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. ഇനി നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇപ്പം ജീനുകളുടെ എഫക്റ്റ് ഇതിനകത്തുനിന്ന് മാറ്റി നിർത്തണമല്ലോ. ഈ പട്ടികളുടെ സ്വഭാവത്തിൽ എന്താണ്, ജീനുകളും കാരണമാകുന്നുണ്ടായിരിക്കും, എൻവയോൺമെന്റും കാരണമായിരിക്കുന്നുണ്ടാവും. നമുക്ക് ജീനുകളുടെ എഫക്റ്റ് ഇതിനകത്ത് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൂഡിൽ പട്ടീനെ പിടിച്ചിട്ട് അപ്പാർട്ട്മെന്റിൽ വളർത്തണം ഒറ്റയ്ക്ക്. ഫോക്സ് കൊണ്ട് പട്ടീനെ പിടിച്ചിട്ട് ഈ പട്ടിക്കൂട്ടിൽ വളർത്തണം. അപ്പൊ നമുക്ക് ജീനുകളുടെ പ്രഭാവം എത്രയുണ്ടെന്നുള്ളതും ഈ എൻവയോൺമെന്റിന്റെ പ്രഭാവം എത്രയുണ്ടെന്നുള്ളതും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ബിഹേവിയറൽ ജനറ്റിസിസ്റ്റുകളായി ചെയ്യുന്നുണ്ട്, പക്ഷേ സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സായി ചെയ്യുന്നില്ല. അവർ ചുമ്മാ കോറിലേഷൻ ഉണ്ടോ നോക്കുക, തിയറി ചെയ്ത് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രശ്നം എന്താണ് ഈ സോഷ്യലൈസേഷൻ റിസർച്ചിൽ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവർ ജീനുകളുടെ എഫക്റ്റ് പരിഗണിക്കാറില്ല. ഇനി വേറൊരു കാര്യമാണ് എഫക്ട്സ് ഓഫ് ദി ജീൻസ്. നമ്മൾ നേരത്തെ കണ്ടത് ജീനുകളുടെ ഡയറക്റ്റ് എഫക്റ്റ് ആണ്. ഇപ്പോൾ ഒരു പട്ടിയുടെ ശരീരം എങ്ങനെ ഉണ്ടാകുന്നു, ആ പട്ടിയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാകുന്നു, അതൊക്കെ ജീനുകളുടെ ഡയറക്റ്റ് എഫക്ട്സ് ആണ്. ഇനി ഇൻഡയറക്റ്റ് എഫക്റ്റ് ഉണ്ട് അതിൻ്റെ. ഇപ്പം നിങ്ങൾ ആ കുട്ടീനെ നോക്കുക. ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ക്യൂട്ട് ബേബീസിന് അടിച്ചു കൊടുത്തപ്പോൾ വന്ന കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടീനെ പടം എടുത്തിട്ട് അതിനകത്ത് ഇട്ടതാണ്. നിങ്ങൾക്ക് ആ കുട്ടീനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഓമനത്വം ഫീൽ ചെയ്യുന്നില്ലേ? അപ്പം ആ കുട്ടീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷെ ഇത്ര ഭാഗ്യം ചെയ്യാത്ത വേറെ കുട്ടികളുണ്ടായിരിക്കും. ഈ കുട്ടിക്ക് ഈ സൗന്ദര്യം എങ്ങനെയാണ് കിട്ടിയത്? ജനറ്റിക്കായിട്ട് കിട്ടിയതാണ് അല്ലേ? അപ്പോൾ കുട്ടി ഇത്രയും ക്യൂട്ടായതുകൊണ്ടാണ് നമുക്ക് അത്രയും അതിനോട് അറ്റാച്ച്മെന്റ് തോന്നുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു നമുക്ക് തോന്നലുണ്ടാവുന്നത്. അപ്പോൾ അതെന്താണ്? അത് ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ് ജീനുകളുടെ. ഇപ്പം ഇത്രയും സൗന്ദര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിയാക്ഷൻ ആയിരിക്കില്ലല്ലോ നമ്മളിൽ നിന്നുണ്ടാവുക കുട്ടിയുടെ അടുത്ത്. സാധാരണഗതിയിൽ നർച്ചറിൽ കൊണ്ടുപോയി നർച്ചറിന്റെ കൊട്ടയിൽ കൊണ്ടുപോയിടുന്ന സാധനമാണിത്. പക്ഷെ ഇത് ശരിക്കും എന്താണ്? ജീനുകളുടെ ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ്. ഇത് സ്വഭാവത്തിന്റെ കാര്യം എടുത്താലും ശരിയാണ്, കുട്ടികളുടെ പെരുമാറ്റത്തിന്റെ കാര്യം എടുത്താലും ഇത് ശരിയാണ്. ഇപ്പൊ ജീനുകൾ പെരുമാറ്റം, ഒരു കുട്ടി എന്താ പറയുക, ഇപ്പൊ ദേഷ്യത്തോടു കൂടിയുള്ള പ്രകൃതി,
അല്ലെങ്കിൽ അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതി, ഇതൊക്കെ ജന്മന കിട്ടുന്നതാണ്. ജീനുകൾ പകർന്നു കൊടുക്കുന്നതുണ്ട് അതിനകത്ത്. അപ്പോൾ നല്ല അടക്കം ഒതുക്കുള്ള ഒരു കുട്ടീനെ എടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഈ ഒരു വെകിളി പിടിച്ച് നടക്കുന്ന ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ശരിക്കും എന്താണ്, അത് ജീനുകളുടെ ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു സംഭവത്തിനും ജീനുകളുടെ ഇൻഡയറക്റ്റ് എഫക്ട്സിനും സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സ് പരിഗണിക്കാറില്ല. ഇനി മറ്റൊരു കാര്യം, കോസാലിറ്റിയുടെ ഏരോ. ഇപ്പോൾ രക്ഷിതാക്കള് കുട്ടികളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതെന്നാണല്ലോ സങ്കല്പം. അതായത് മോളിൽ നിന്ന് താഴേക്കാണ് ഏരോ, പാരൻസ് ആണ് കുട്ടികളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, ഇതൊരു 2-way സ്ട്രീറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാലോ, ഇപ്പോൾ പാരൻസ് ആണ് കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഒരേ വീട്ടിൽ വളരുന്ന കുട്ടികൾ രണ്ട് സ്വഭാവമായി തീരുന്നത്? നമുക്ക് വേണേൽ ചോദിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ പറയും നിങ്ങൾ രണ്ട് കുട്ടികളെ രണ്ട് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഐഡിയലി പറ്റണം, പക്ഷെ പ്രാക്ടിക്കലി നടക്കുന്ന കേസല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. കാരണം കുട്ടികൾ ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് ഒരുപോലെ ട്രീറ്റ് ചെയ്യുക? ഇപ്പം നിങ്ങൾക്ക് രണ്ട് കുട്ടികളെന്ന് വിചാരിക്കുക, രമേഷ്, സുരേഷ്. ഇപ്പൊ രമേഷിന്റെ അടുത്ത് നിങ്ങൾ വിളിക്കുകയാണ്, രമേഷ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേഷ് ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. സുരേഷിന് ഇതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നിങ്ങൾ ആട്ടുന്നു എന്ന് വിചാരിക്കുക. ഈ രണ്ട് കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് ഒരുപോലെ ട്രീറ്റ് ചെയ്യുക? കുട്ടികൾ ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ രമേഷിൻ്റെയും സുരേഷിൻ്റെയും കാര്യം. ഇപ്പം രമേഷ് ഇങ്ങനെ, സുരേഷ് അങ്ങനെ. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഇവിടെ പേരൻസ് കുട്ടികളുടെ സ്വഭാവം നിർണ്ണയിക്കുകയാണോ ചെയ്യുന്നത്, അതോ കുട്ടികൾ പേരൻസിന്റെ സ്വഭാവം അവരുടെ ആറ്റിറ്റ്യൂഡ് നിർണ്ണയിക്കുകയാണോ ചെയ്യുന്നത്? ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സ് പലപ്പോഴും അത് അക്നോളജ് ചെയ്യാറുണ്ട്. അവരുടെ റിസർച്ചിനകത്ത് അവർ പറയാറുണ്ട്, ഒരു ചെറിയ നോട്ട് പോലെയൊക്കെ അവർ കുറിക്കാറുണ്ട്. ഞങ്ങളുടെ ഈ സ്റ്റഡിക്കകത്ത് കോസാലിറ്റിയുടെ ആരോ ഒരു വിഷയമാണ്, പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് കുട്ടികളിലാണോ ഉണ്ടാകുന്നത് അതോ കുട്ടികളുടെ ഇൻഫ്ലുവൻസ് പാരൻസിലാണോ ഉണ്ടാകുന്നത് എന്നുള്ള കേസ് ഞങ്ങൾക്ക് ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഈ റിസർച്ചേഴ്സ് ചെയ്തു. പക്ഷെ പത്രക്കാർ ഇതൊന്നും കാണാറില്ല. പത്രക്കാർ അവർക്ക് മനസ്സിലായത് അവർ എഴുതി വിടുകയാണ്. അത് കണ്ടിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പാരൻറ്റിങ് എക്സ്പേർട്സൊക്കെ നമ്മളോട് ഓരോന്ന് പറഞ്ഞു തരുന്നത്. ഇത്രയാണ് സോഷ്യലൈസേഷൻ റിസർച്ചിൻ്റെ പ്രശ്നങ്ങൾ. ഇനി ഞാൻ ശരിക്കും നർച്ചർ അസംഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകളിലേക്ക് കിടക്കുകയാണ്. ഇപ്പം അതിന് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ടിൻ സ്റ്റഡീസ് ആണ്. മിന്നസോട്ട ടിൻ സ്റ്റഡി. ഇപ്പോൾ മിന്നസോട്ട യൂണിവേഴ്സിറ്റിയിൽ അവർ ഒരു ബിഹേവിയറൽ ജനറ്റിസിസ്റ്റുകളുടെ ഒരു കൂട്ടം അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഓൺഗോയിങ് റിസർച്ച് പ്രോജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിന്നസോട്ട ടിൻ സ്റ്റഡി എന്നാണ് ഇവർ അതിനെ പറയുന്നത്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഇരട്ടകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇരട്ടകൾ രണ്ട് തരത്തിലുണ്ടായിരിക്കും. ഇപ്പോൾ സമജാത ഇരട്ടകൾ ഉണ്ടായിരിക്കും, സഹജാത ഇരട്ടകൾ ഉണ്ടായിരിക്കും. ഐഡന്റിക്കൽ ടിൻസും ഫ്രറ്റേണൽ ടിൻസ്. അപ്പോൾ ഐഡന്റിക്കൽ ടിൻസ് എന്ന് പറയുമ്പോൾ അവർ 100% അവരുടെ ജീനുകൾ സെയിമാണ്. കാരണം ഒരേ വിസ്താണെന്ന് തന്നെ വിഭജിച്ച് രണ്ടായിട്ടാണല്ലോ രണ്ട് കുട്ടികളാകുന്നത്. ഇനി ഫ്രറ്റേണൽ ടിൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ബീജസങ്കലനം നടക്കുകയാണ്. അപ്പോൾ അവർ ഒരേ എൻവയോൺമെൻറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, ഒരേ വൂമ്പ് ഷെയർ ചെയ്യുന്നുണ്ട്, ഒരേ സമയത്ത് തന്നെ ജനിച്ചു വീഴുന്നുണ്ട്. ബെർത്ത് ഓർഡർ എഫക്ട്സ് അങ്ങനെയൊക്കെ എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എന്താ പറയുക, അതൊന്നും ഇവിടെ ബാധിക്കുന്നില്ല സാധാരണ സിബ്ലിങ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. സാധാരണ സിബ്ലിങ്സ് ആണെങ്കിൽ ബെർത്ത് ഓർഡർ എഫക്ട്സ് വരാമല്ലോ. ഇപ്പോൾ ആദ്യം ജനിക്കുന്ന കുട്ടീനെ പോലെ ആയിരിക്കില്ലല്ലോ പാരൻസ് രണ്ടാമത് ജനിക്കുന്ന കുട്ടീനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു വ്യത്യാസം സാധാരണ സിബ്ലിങ്സിലുണ്ടാകും. ഫ്രറ്റേണൽ ടിൻസിന് അത് ബാധകമല്ല, അവർ ഒരേ സമയത്ത് ജനിക്കുന്ന കുട്ടികളാണ്. അവർ ജനറ്റിക്കൽ സിമിലാരിറ്റി സിബ്ലിങ്സിൻ്റെ അത്ര തന്നെയാണ്, പക്ഷേ അവർ എൻവയോൺമെൻറ്റ് 100% ഷെയർ ചെയ്യുന്നുണ്ട്. ഐഡന്റിക്കൽ ടിൻസ് ആണെങ്കിൽ 100% ജീനുകളും ഷെയർ ചെയ്യുന്നുണ്ട്, 100% എൻവയോൺമെൻറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്.
ഇനി ഈ മിന്നസോട്ട ട്വിൻ സ്റ്റഡി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഒരേ വീട്ടിൽ വളരുന്ന ട്വിൻസിനെ സ്റ്റഡി ചെയ്യും, വ്യത്യസ്ത വീടുകളിൽ വളരുന്ന ട്വിൻസിനെ സ്റ്റഡി ചെയ്യും. ഇപ്പം ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ ഒരു കുട്ടീനെ വേറൊരു വീട്ടുകാർ അഡോപ്റ്റ് ചെയ്ത് പോകാമല്ലോ. 2 കുട്ടികളുടെ ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാകുമ്പോൾ അതിൽ ഒരാളെ വേറൊരാളെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ആവുന്ന, അതല്ലെങ്കിൽ ഇവർ ഡിവോഴ്സ് ആയിരുന്നായിരിക്കും പാരൻസ്. അപ്പോൾ ഒരു കുട്ടീനെ അമ്മ വളർത്തും, ഒരു കുട്ടീനെ അച്ഛൻ വളർത്തും. അങ്ങനെ 2 സ്ഥലത്തായി 2 വീടുകളായിട്ട് പിള്ളേർ വളരുമല്ലോ. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡന്റിക്കൽ ട്വിൻസിനെ, അതുപോലെ ഫ്രറ്റേണൽ ട്വിൻസിനെ ഇവരെന്ത് ചെയ്യുകയാണ്, ഈ മിന്നസോട്ട ട്വിൻ സ്റ്റഡിക്കാർ ഇവർ ഒരാഴ്ച ഫുള്ള് ചിലവ് കൊടുത്തിട്ട് മിന്നേപോളിസ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ ഒരാഴ്ച സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക. അപ്പോൾ ഈ മിന്നസോട്ട സ്റ്റഡി മുന്നോട്ട് കൊണ്ടുവന്നുള്ള റിസൾട്ട് പലപ്പോഴും മൈൻഡ് ബോഗ്ലിംഗ് ആണ്. കാരണം ഈ ജീനുകൾക്ക് ആളുകളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇത്രയും മാത്രം പങ്ക് ഉണ്ട് എന്നുള്ളത് കണ്ട ആളുകൾ ശരിക്കും അന്തവിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ഈ മിന്നസോട്ട ട്വിൻ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണുന്നത് ഗിഗിൾ ട്വിൻസ് എന്ന് പരക്കെ അറിയപ്പെടുന്ന ബാർബറ ഹെർബർട്ട്, ഡാഫ്നെ ഗുഡ്ഷിപ്പ്. ഇവർ 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നിക്കുകയാണ്. അവർക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ട്വിൻ ഉണ്ടെന്നുള്ള കാര്യം. അവർ കാണാൻ തന്നെ ഒരുപോലെ, അവരുടെ സ്വഭാവം ശരിക്കും അത്രയും ഒരുപോലെ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് 2 പേർക്കും കോമൺ ആയിട്ട് ഇപ്പം നമ്മളെന്തെങ്കിലും കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു വരുമ്പോഴേക്ക് അവർക്ക് ചിരി പൊട്ടും. 2 പേർക്കും ഒരുപോലെയാണ്. ഇങ്ങനെ ഒരുപാട് ട്വിൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പോയിന്റ് ഇതാണ്, ഈ ട്വിൻ സ്റ്റഡീസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹാർവാർഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീവൻ പിങ്കർ പുള്ളിക്കാരൻ്റെ ദ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈ ട്വിൻ സ്റ്റഡീസിൻ്റെ ഒക്കെ സമ്മറി കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ട്വിൻ സ്റ്റഡിയുടെ ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഒരേ വീട്ടിൽ വളരുന്ന ട്വിൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ 100% ജീനുകൾ ഷെയർ ചെയ്യുന്നു, 100% എൻവയോൺമെൻറ്റ് ഷെയർ ചെയ്യുന്നു. വ്യത്യസ്ത വീടുകളിൽ വളരുന്ന ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ 100% ജീനുകൾ ഷെയർ ചെയ്യുന്നു, പക്ഷേ എൻവയോൺമെൻറ്റ് ഷെയർ ചെയ്യുന്നില്ല അത്രയും. അപ്പോൾ എൻവയോൺമെൻറ്റിലും ജീനുകളിലും എഫക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കത് വേർതിരിച്ച് പഠിക്കാൻ പറ്റുമല്ലോ. ഫ്രറ്റേണൽ ട്വിൻസിൻ്റെ കാര്യം എടുത്താലും സാധാരണ സിബ്ലിങ്സിൻ്റെ കാര്യം എടുത്താലും ഇനി അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം എടുത്താലും നമുക്ക് എന്താണ് ഈ ഒരു അപ്രോക്സിമേഷൻ സാധ്യമാവും. അപ്പോൾ ഈ ട്വിൻ സ്റ്റഡീസും അഡോപ്ഷൻ സ്റ്റഡീസും ഒക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡൾട്ട് സിബ്ലിങ്സ് അവർ ഒരേ വീട്ടിൽ വളർന്നാലും വ്യത്യസ്തമായിട്ടുള്ള വീടുകളിൽ വളർന്നാലും അവർ ഒരേപോലെ. അഡൾട്ട് സിബ്ലിങ്സ് ആയാൽ ഒരേ വീട്ടിൽ വളർന്നാലും വ്യത്യസ്ത വീടുകളിൽ വളർന്നാലും അവരുടെ സ്വഭാവം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സിബ്ലിങ്സ് ഒരേ വീട്ടിൽ വളർന്നു കഴിഞ്ഞാൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവുമോ അതേ വ്യത്യാസം തന്നെയാണ് വേറെ വീടുകളിൽ വളർന്നു കഴിഞ്ഞാലും ഇവർ തമ്മിലുള്ളത്. ഇനി അഡോപ്റ്റീവ് സിബ്ലിങ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടി അവരുടെ ബയോളജിക്കൽ ചൈൽഡ് ആയിരിക്കും, മറ്റേ കുട്ടി അഡോപ്റ്റ് ചെയ്ത ചൈൽഡ് ആയിരിക്കും. അഡോപ്റ്റീവ് സിബ്ലിങ്സ് എന്താണ്, നോ മോർ സിമിലർ ദാൻ 2 പീപ്പിൾ പ്ലക്ഡ് ഓഫ് ദ സ്ട്രീറ്റ് അറ്റ് റാൻഡം. ഇപ്പം നിങ്ങൾ ഒരു തെരുവിൽ ഇറങ്ങിയിട്ട് 2 പേരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാണ്. ഈ 2 പേരുടെയും പേഴ്സണാലിറ്റീസ് തമ്മിൽ എന്തുമാത്രം സാമ്യമുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്, അത്രയും തന്നെ വ്യത്യാസമുണ്ട് എന്ത് ബയോളജിക്കൽ ചൈൽഡും അഡോപ്റ്റഡ് ചൈൽഡും തമ്മിൽ. അവർ 100% ഹോം എൻവയോൺമെൻറ്റ് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് പോലും അതിനൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്നല്ല അതിനർത്ഥം. ഇനി മൂന്നാമത്തത് ഐഡന്റിക്കൽ ട്വിൻസ്, നോ മോർ സിമിലർ ദാൻ വൺ വുഡ് എക്സ്പെക്ട് ഫ്രം ദ എഫക്ട്സ് ഓഫ് ഷെയർഡ് ജീൻസ്. ഇനി ഐഡന്റിക്കൽ ട്വിൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് ഞാൻ പറഞ്ഞു ഒരേ വീട്ടിൽ വളരുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 100% ജീനുകൾ ഷെയർ ചെയ്യുന്നു, 100% എൻവയോൺമെന്റ് ഷെയർ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇനി അവരെന്നെ വ്യത്യസ്ത വീടുകളിൽ താമസിക്കുകയാണെങ്കിൽ എന്താണ്, 100% ജീനുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻവയോൺമെന്റ് അത്രയ്ക്കും ഷെയറിംഗ് ഇല്ല. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളെന്താ എല്ലാവരും എന്താണ് അസ്യൂം ചെയ്യുക, ഒരേ വീട്ടിൽ വളരുന്ന ഐഡന്റിക്കൽ ട്വിൻസ് കൂടുതൽ സിമിലർ ആയിരിക്കും എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല. അവരൊരേ വീട്ടിൽ വളർന്നാലും വ്യത്യസ്ത വീട്ടിൽ വളർന്നാലും അവർ തമ്മിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സാമ്യങ്ങളും വ്യത്യാസങ്ങളും തന്നെയാണ് ഈ മിന്നസോട്ട ട്വിൻ സ്റ്റഡിക്കാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ബിഹേവിയറൽ ജനറ്റിസ്റ്റുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീടിന് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്.
അല്ലെങ്കിൽ പാരൻസിന് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഇനിയൊരു ട്രോള്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരല്ലോ. നമ്മുടെ രണ്ടുപേരുടെ സ്വഭാവം എന്താ ചേട്ടാ ഒരുപോലെ ഇരിക്കുന്നത്? നമ്മൾ വ്യത്യസ്ത വീടുകളിൽ വളർന്ന സമജാത ഇരട്ടകളായിരിക്കാം. ഇനി അടുത്തതാണ് ബെർത്ത് ഓർഡർ ഇഫക്ട്സ്. ഈ സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സിന്റെ അടുത്ത ആവനാഴിയിലെ പ്രധാനപ്പെട്ട അസ്ത്രമാണ് ബെർത്ത് ഓർഡർ ഇഫക്ട്സ്. അപ്പോൾ തിയറി നല്ല രസമാണ്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഇഫ് ചിൽഡ്രൻസ് പേഴ്സണാലിറ്റീസ് ആർ അഫക്റ്റഡ് ബൈ ഹൗ ദെയർ പാരൻസ് ട്രീറ്റ് them and if parents treat first borns differently from later borns, then the order in which they were born should leave traces on children's personalities, traces that should still be detectable after they grow up. These traces are called birth order effects. ഇപ്പോൾ നിങ്ങൾ ആദ്യം ജനിച്ച കുട്ടീനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ രണ്ടാമത് ജനിച്ച കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെയല്ല നിങ്ങൾ മൂന്നാമത് ജനിക്കുന്ന കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കുട്ടികളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ സാധ്യതയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു തിയറി ഭയങ്കര രസമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരിപ്പോൾ എഴുതിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരേ വീട്ടിൽ തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികൾ ശരിക്കും ഒരേ എൻവയോൺമെൻറ്റാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ആദ്യം ജനിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് കോമ്പറ്റീഷനൊന്നുമില്ല. ആ കുട്ടിക്ക് എന്താണ്, പാരൻസിൻ്റെ കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടുകയാണ്, കംപ്ലീറ്റ് കെയർ കിട്ടുകയാണ്. രണ്ടാമത് ജനിക്കുന്ന കുട്ടിക്ക് അങ്ങനെയല്ല, അറ്റൻഷനും കെയറും ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. എന്ന് മാത്രമല്ല ഇതിനെ ഭരിക്കാൻ ഒരാൾ മുകളിലുണ്ട്. അപ്പം എന്താണ്, ആ എൻവയോൺമെൻറ്റിനകത്ത് തന്നെ ഒരുപാട് മൈക്രോ എൻവയോൺമെൻറ്റ്സ് വരികയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഇങ്ങനെ മൈക്രോ എൻവയോൺമെൻറ്റ്സിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഓരോ വീട്ടിൽ വളർന്ന കുട്ടികളാണെങ്കിലും വ്യത്യസ്തമായിട്ട് പേഴ്സണാലിറ്റി ഉള്ളവരായിട്ട് മാറുന്നതെന്നൊക്കെയാണ് ഇവർ പറയുക. ഇപ്പം നിങ്ങൾ ബർത്ത് ഓർഡർ ഇഫക്ട്സ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ഇപ്പോൾ ഞാനിതൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണും, ഇപ്പോൾ ഫസ്റ്റ് ബോൺ ആയിട്ടുള്ള ആളുകൾ എന്താണ്, അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. തിയറിയാണ് കേട്ടോ. എന്താ കാരണം, ഇവർ ആദ്യത്തെ കുട്ടികളാണല്ലോ. അപ്പോൾ പേരൻസ് അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഇവരെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അവരെന്താ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും. മാത്രമല്ല താഴെ പിള്ളേരുണ്ടാവുമല്ലോ, അപ്പോൾ അവരെ നോക്കണ്ടേ, അതിൻ്റെ ഉത്തരവാദിത്തം ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുമാണല്ലോ. അപ്പോൾ എന്താണ്, ഇവർ സ്വാഭാവികമായിട്ട് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് വളരുന്നൊക്കെയാണ് സങ്കല്പം. മോട്ടിവേറ്റഡ് ആയിരിക്കും, കോൺഷ്യൻഷ്യസ്, അതായത് നല്ല മനസ്സാക്ഷിയുള്ള ആളായിരിക്കും, കൺട്രോളിങ് ആയിരിക്കും. പരിചയമുണ്ടല്ലോ താഴെയുള്ള അനിയന്മാരെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട്. ലീഡേഴ്സ് ആയിരിക്കും, ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ലീഡേഴ്സ് ആയിരിക്കും എന്നൊക്കെ തിയറികളുണ്ട്. ഇനി മിഡിൽ ബോൺസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണിത്. നോക്കുക, പീസ് മേക്കർ ആയിരിക്കുന്നത് മിഡിൽ ബോൺസ് ആണെങ്കിൽ. അപ്പോൾ മേലിന് താഴെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ തല്ലുവിടുമല്ലോ. അപ്പോൾ ഇവർ ഇയാൾ ഇടയിൽ കയറിയിട്ട് സമാധാനം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും എന്നൊക്കെയാണ് തിയറി. അവർ സോഷ്യലായിരിക്കും, അഡാപ്റ്റബിൾ ആയിരിക്കും. ഇനി ലാസ്റ്റ് ബോൺസ് ആണെങ്കിൽ അവർ അൺകോംപ്ലിക്കേറ്റഡ്, സിമ്പിളായിരിക്കുന്നത്, മാനിപ്പുലേറ്റീവ് ആയിരിക്കും, സീക്സ് അറ്റൻഷൻ. എപ്പോഴും വീട്ടിലേറ്റം താഴെയുള്ള ആളാണല്ലോ, അപ്പോൾ എപ്പോഴും പാരൻസിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടും. അങ്ങനെയൊക്കെയാണ് ഇവർ എഴുതി വിടുന്നത്. ഈ ബർത്ത് ഓർഡർ ഇഫക്ട്സിനെ കുറിച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇത് ജൂഡി ഡൺ, റോബർട്ട് പ്ലോമി, ഇവർ രണ്ടുപേരും കൂടി 1990 എക്സ്റ്റെൻസീവ് സ്റ്റഡി നടത്തുന്നുണ്ട് ബർത്ത് ഓർഡർ ഇഫക്ട്സിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ജൂഡി ഡൺ എന്ന് പറയുന്ന ആൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലോകത്തെ പ്രഗത്ഭയായിട്ടുള്ള ഒരു സിബ്ലിംഗ് റിലേഷൻഷിപ്പ് എക്സ്പേർട്ടാണ്. അവരൊരു നർച്ചർ സൈഡിലുള്ള ആളാണ്. റോബർട്ട് പ്ലോമിൻ അതേസമയം വേൾഡ്സ് ലീഡിംഗ് ബിഹേവിയറൽ ജനറ്റിസിസ്റ്റാണ്, അതിലെ നാച്ചർ സൈഡിലുള്ള ആളുകളാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഇവർ എക്സ്റ്റെൻസീവായി സ്റ്റഡി നടത്തുകയാണ് ഈ ബർത്ത് ഓർഡർ ഇഫക്ട്സിനകത്ത് വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാനതിൽ ഫുള്ള് വായിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. നിങ്ങൾ അതിനകത്ത് ആ ചോപ്പ് അടയാളപ്പെടുത്തിയുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വ്യക്തികൾ തമ്മിൽ പേഴ്സണാലിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും, തീർച്ചയായും ഉണ്ട്. പക്ഷേ അതൊന്നും ബർത്ത് ഓർഡർ ആയിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. The differences in outcome that we are trying to explain are not clearly linked to the birth order of the individuals എന്നാണ് അവരതിനകത്ത് സ്റ്റഡീനകത്ത് എഴുതിയേക്കുന്നത്.
ഇവർക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇനി സ്വിസ് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള സെസിലി ഏൺസ്റ്റ്, ജൂൾസ് ആങ്സ്റ്റ്, ഇവരിതുപോലെ ഒരു സ്റ്റഡി നടത്തി. ഇവർ മെറ്റാ അനാലിസിസ് നടത്തി. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേർ കൂടി നടത്തുന്ന, അല്ലെങ്കിൽ കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നടത്തുന്നതാണ്. ഈ മെറ്റാ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു വിഷയത്തിനകത്ത്. ഈ സ്റ്റഡീസൊക്കെ കൂടി എടുത്തിട്ട് പഠിക്കുന്നതാണ് ഈ മെറ്റാ അനാലിസിസ്. അങ്ങനെ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1983 വരെ ഈ ബർത്ത് ഓർഡറിനെ കുറിച്ച് വന്നിട്ടുള്ള റിസർച്ച് ഉണ്ടല്ലോ, എല്ലാ സ്റ്റഡീസും ഇവർ കൂടിയിട്ട് കംപ്ലീറ്റ് സ്റ്റഡികളും, ഇവർ പറയില്ല തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോ അരിയും പെറുക്കിയെടുത്തു എന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് സ്റ്റഡീസും ബർത്ത് ഓർഡർ ഇഫക്ട്സിനെ കുറിച്ച് വന്നിട്ടുള്ള അതുവരെയുള്ള കംപ്ലീറ്റ് സ്റ്റഡീസ് അരിച്ചു പെറുക്കി നോക്കിയിട്ട് ഇവർ പറയുന്നത് ഇതാണ്. ഇത് വായിക്കേണ്ടതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനത് മുഴുവൻ വായിക്കുകയാണ്. ബർത്ത് ഓർഡർ റിസർച്ച് സീംസ് വെരി സിമ്പിൾ. Since position in a zip ship and zip ship size are easily defined, the computer is fed some ordinal numbers and then it is easy to find a plausible post hoc explanation for any significant difference in the related variables. If, for example, last born children report more anxiety than other birth ranks, it is because for many years they were the weakest in the family. If firstborns are to be found to be most timid, it is because of incoherent treatment by an inexperienced mother. If, on the other hand, middle children show the greatest anxiety, it is because they have been neglected by their parents, being neither first nor the last born. With some imagination, it is even possible to find explanations for greatest anxiety in a second child of 4 and so on ad infinitum. This kind of research is a sheer waste of time and money. പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട്. This kind of research is a sheer waste of time and money. പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബർത്ത് ഓർഡർ റിസർച്ച് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഷിപ്പ് സൈസും അതിലെ പൊസിഷനും, അതായത് ഇപ്പം നിങ്ങളെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പോൾ 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. അതാണ് ഷിപ്പ് സൈസ്. നിങ്ങളതിൽ ആദ്യത്തെ കുട്ടിയാണോ, രണ്ടാമത്തെ കുട്ടിയാണോ, മൂന്നാമത്തെ കുട്ടിയാണോ? അതാണ് പൊസിഷൻ ഇൻ എ സിപ്പ് ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ഡാറ്റ എന്ത് ചെയ്യും? നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനകത്ത് വരുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റത്തെ കുട്ടിയാണ്, ലാസ്റ്റത്തെ കുട്ടിക്ക് കുറച്ച് ആങ്സൈറ്റി കൂടുതലാണെന്ന് റിസൾട്ട് വന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പം നമുക്ക് എന്താ പറയുക? അത് ആ കുട്ടി കുടുംബത്തിലെ ഏറ്റവും താഴത്തെ കുട്ടിയാണല്ലോ. അപ്പം എല്ലാവരും ഇതിനെ കൺട്രോൾ ചെയ്യാണല്ലോ. അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് ആങ്സൈറ്റി കൂടുതലാണെന്ന് പറയാം. ഇനി പറയാണ് ഫസ്റ്റ് ബോൺസ് ആണ്, ആദ്യത്തെ കുട്ടികളാണ് ആങ്സൈറ്റി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാം? ഈ പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്ത മദേഴ്സ് ആണല്ലോ വളർത്തിയെടുത്തത്. അപ്പോൾ ആ പരിചയക്കുറവിൻ്റെ പ്രശ്നമാണ് ഈ കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടാക്കിയെന്ന് പറയാം. ഇനി നടുവിലത്തെ കുട്ടിക്കാണ് ആങ്സൈറ്റി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, ആദ്യത്തെ കുട്ടിയല്ല അവസാനത്തെ കുട്ടിയല്ല എന്നുള്ളതുകൊണ്ട് പേരൻസ് ഈ കുട്ടീനെ അവഗണിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ആങ്സൈറ്റി കൂടിയെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് പറയുകയാണ് കുറച്ച് ഭാവന ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റിസർച്ചേഴ്സ് പറയാണ് കേട്ടോ, നിങ്ങൾക്ക് കുറച്ച് ഭാവനാശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 കുട്ടികളുണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ആങ്സൈറ്റി കൂടുതലാണെന്നുള്ളതിനും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്നിട്ട് അവർ പറയാണ് പച്ചയ്ക്ക്, ദിസ് കൈൻഡ് ഓഫ് റിസർച്ച് ഈസ് എ ഷിയർ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ബർത്ത് ഓർഡർ ഇഫക്ട്സ് ഒക്കെ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിലിടാം. ഇന്നൊരു ട്രോള്, ഇപ്പോൾ ഒരു പാരൻറ്റിങ് എക്സ്പേർട്ട് പറയാണ് ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നുകൊണ്ട് കുറച്ച് ആങ്സൈറ്റി കൂടുതലാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത രക്ഷിതാക്കളാണല്ലോ വളർത്തിയത്. ഇതേ കാര്യം തന്നെയാണ് ഞാനൊരു ട്രോളിൻ്റെ രൂപത്തിൽ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതിപ്പോൾ ഏറ്റവും താഴെയുള്ള കുട്ടിക്ക് ആങ്സൈറ്റി കൂടാലോ, ഇപ്പോൾ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനായി ജീവിച്ചത് കാരണമായിട്ട് പറയാം. ഇനി കുറച്ച് ഭാവന ഉണ്ടെങ്കിൽ നടുക്കുള്ളവന് ആങ്സൈറ്റി കൂട്ടാം. അപ്പോൾ ആദ്യത്തവനോ അല്ലാത്തവനോ അല്ലാത്തതുകൊണ്ട് പാരൻസിൻ്റെ അവഗണന നേരിട്ടു എന്ന് പറയാം. ഇനി അടുത്തതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈൽസ്. ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്നവരൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. ഡയാന ബോമറിൻ്റെ എന്ന് പറയുന്ന ലേഡിയുടെ, ഇവർ എക്സ്പേർട്ടാണ് ഇതിനകത്ത് പാരൻറ്റിങ് സ്റ്റൈൽ റിസർച്ചിൽ. ഇവരെ മോഡലാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നവരൊക്കെ. ഇപ്പോൾ ഈവൻ ഞാനടക്കം ഞങ്ങൾക്ക് കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് സൈക്കോളജിയിൽ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു, പാരൻറ്റിങ് സ്റ്റൈൽസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങളും പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. അതായത് 3 തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈൽസ്. ഇപ്പോൾ അതോറിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭയങ്കര ഹാർഡാണ് അവർ, ഭയങ്കര ബോസി ആയിട്ടുള്ള ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേരൻസ്. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള പേരൻസ്, അതാണ് അതോറിറ്റേറിയൻ. അവർ ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും, അവർ തീരെ സ്വാതന്ത്ര്യം ഒന്നും അനുവദിച്ചു കൊടുക്കില്ല. അതാണ് അതോറിറ്റേറിയൻ പേരൻസ്. ടു ഹാർഡ്. പെർമിസീവ് ആണെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്, അവർ ഭയങ്കര ടു സോഫ്റ്റ് ആണ്. അവർ കുട്ടികളെ ചോദിക്കും എന്താ വേണ്ടേ, എന്തൊക്കെ ഉണ്ട്, അവർ റൂൾസിൻ്റെ കാര്യങ്ങൾ ചോദിക്കും, പറയും എന്ത് റൂൾസ്, ഏത് റൂൾസ്. അവർ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കുക, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതല്ലാതെ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് പെർമിസീവ് പാരൻസ്, ടു സോഫ്റ്റ് പാരൻസ്. ഇനി അതോറിറ്റേറ്റീവ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിന് സ്നേഹം എന്ന കാര്യത്തിന് കാര്യം. അവർ കുട്ടികൾക്ക് എന്താണ് ലവ്, അപ്രൂവൽ അതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്തോ. അവർ ലിമിറ്റ്സ് സെറ്റ് ചെയ്യും. എന്നാൽ കുട്ടികൾ അത് കല്ലി കുത്തിയ നിയമങ്ങളല്ല, കുറച്ചൊക്കെ ഫ്ലെക്സിബിളാണ്. അതായത് കുറച്ച് കാർക്കശിയുണ്ട്, എന്നാൽ കുറച്ച് കെയറും ഉണ്ട്. അങ്ങനത്തെ ടൈപ്പാണ് അതോറിറ്റേറ്റീവ് പാരൻസ്, ജസ്റ്റ് റൈറ്റ് പാരൻസ്. ഇത്രയും ഞാൻ പറഞ്ഞത് തിയറി. ഇനി ഈ പാരന്റിങ് സ്റ്റൈൽസിന്റെ പ്രശ്നം എന്താണെന്നുള്ളത്, ഈ ഡയാന ബോംബ്രിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, അവരാണ് ഈ ഫീൽഡിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ളത്. അവർ ഈ തിയറീസ് പ്രിപ്പയർ ചെയ്തത്. ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഡസൻസ് ഓഫ് സ്റ്റഡീസ് കോട്ട് ചെയ്യാണ്. എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 3 പാരന്റിങ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതിനകത്ത് ജസ്റ്റ് റൈറ്റ് പാരന്റിങ് സ്റ്റൈൽ, ഞാൻ മൂന്നാമത് പറഞ്ഞത് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ, അതാണ് നല്ലത്. നിങ്ങൾ അത് എല്ലാവർക്കും കൊടുക്കുക, ആ രീതിയിൽ കുട്ടികളെ വളർത്തിയാലാണ് കുട്ടികൾ സക്സസ്ഫുൾ ആവുക എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവരെന്നിട്ട് അമേരിക്കയിലെ കുട്ടികളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, അമേരിക്കയിലെ പാരൻസ് ഇങ്ങനെ പാരൻസ് അവരുടെ സ്റ്റൈൽ ഇങ്ങനെയാകുമ്പോഴാണ് കുട്ടികൾ സക്സസ്ഫുൾ ആയി വരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെയാണ് ഡാറ്റ അവർ കൊടുക്കുന്നത്. പക്ഷേ നമ്മളത് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നത് എന്താ, അല്ല ഇവിടെ ശരിക്കും എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ബ്രൊക്കോളി സ്റ്റഡി നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെ എന്താ നടന്നത്, ഡാറ്റ കളക്ട് ചെയ്യാണ് കുറച്ചാളുടെ, ബ്രൊക്കോളി കഴിക്കുന്നവരെ ബ്രൊക്കോളി കഴിക്കാത്തവരൊക്കെ, എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞില്ലേ. അതേപോലെ നിങ്ങൾ പേരൻസിൻ്റെ കുറച്ച് മെഷർമെൻ്റ് എടുക്കുന്നു. ഇപ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, കുട്ടികളുടെ അടുത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതുപോലെ കുട്ടികളുടെ കുറച്ച് മെഷർമെൻ്റ് എടുക്കുന്നു, എന്തായിത്തീരുന്നു എങ്ങനെയായിത്തീരുന്നു എന്നുള്ളത്. എന്നിട്ട് കോറിലേഷൻ വല്ലതും ഉണ്ടോ നോക്കുന്നു. എന്നിട്ട് കാണുന്ന അത് കോറിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ നോക്കുന്നു. എന്നിട്ട് കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ആൻഡ് കോൺകർ, പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ചെയ്ത കാര്യം തന്നെ. ആ ഡാറ്റ മൊത്തം സാമ്പിളിനടുത്ത് ആണുങ്ങളായിട്ട് പെണ്ണുങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏഷ്യൻസ് ആഫ്രിക്കൻസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ അതാണ് ശരിക്കും നടന്നിട്ടുള്ളത്. നിങ്ങൾ ഇവർ കോട്ട് ചെയ്യുന്ന റിസർച്ച് സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പലപ്പോഴും ഓഫൻ ദ ഇഫക്ട്സ് ഓഫ് ജസ്റ്റ് റൈറ്റ് പാരന്റിങ് ആർ ഡിഫറെൻറ്റ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്, ഡിഫറെൻറ്റ് ഫോർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. ഓഫൻ ദ എഫക്ട്സ് ഓഫ് ജസ്റ്റ് റൈറ്റ് പാരന്റിങ് ആർ ഫൗണ്ട് ഓൺലി ഫോർ വൈറ്റ് കിഡ്സ്. ഇപ്പോൾ വെളുത്ത കുട്ടികൾ മാത്രമാണ് പല സ്റ്റഡീസിലും എഫക്ട്സ് കാണുന്നുള്ളൂ, കറുത്ത കുട്ടികളുടെ സ്റ്റഡീസ് ഒന്നുമില്ല. അപ്പോൾ കറുത്ത കുട്ടികൾക്ക് പാരന്റിങ് സ്റ്റൈലൊന്നും ബാധകമില്ല എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട. ഇനി ആ പാരന്റ് എന്താണ്, അതിനെ നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാരൻസും നല്ല കുട്ടികൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. ദീസ് സ്റ്റഡീസ് ഷോ എ ടെൻഡൻസി ഫോർ ഗുഡ് പാരൻസ് ടു ഹാവ് ഗുഡ് കിഡ്സ്. നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ സക്സസ്ഫുൾ ആവുക, നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടാവുക, സമൂഹത്തിൽ നല്ല സ്ഥാനമാനമൊക്കെ ഉണ്ടാവുക, ആ അർത്ഥത്തിലാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണ്, ബിഹേവിയറൽ ജനറ്റിക്സ് ഡാറ്റയായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഈ പാരന്റിങ് സ്റ്റൈൽ റിസർച്ച് ബിഹേവിയറൽ ജനറ്റിക് സ്റ്റഡീസിൽ നമ്മൾ എന്താണ് കണ്ടത്, ഇപ്പോൾ ഐഡന്റിക്കൽ ടീൻസ് ഒരേ വീട്ടിൽ വളരുകയാണെന്നുണ്ടെങ്കിലും വ്യത്യസ്ത വീടുകളിൽ വളരുകയാണെന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള സാമ്യം വ്യത്യാസമൊക്കെ സെയിം ആണെന്നുള്ളതാണ്. അപ്പോൾ വീടിന് എഫക്റ്റ് ഒന്നും ഇല്ല എന്നാണല്ലോ നമ്മൾ ബിഹേവിയറൽ ജനറ്റിക്സ് സ്റ്റഡീസ് നോക്കിയപ്പോൾ മനസ്സിലായത്. പക്ഷേ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഫക്ട്സ് ഉണ്ടെന്നാണ് പാരന്റിങ് സ്റ്റൈലിന്. അപ്പോൾ ഇത് ഈ സോഷ്യലൈസേഷൻ റിസർച്ചും ഈ പാരന്റിങ് സ്റ്റൈൽ റിസർച്ചൊക്കെ അതിനകത്ത് വരുന്നതാണ്. ബിഹേവിയറൽ ജനറ്റിക്സ് റിസർച്ചും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്.
ഇപ്പോൾ ഈ സോഷ്യലൈസേഷൻ റിസർച്ചിനകത്ത് ഒരു സ്റ്റഡിയിൽ നടന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അടുത്ത സ്റ്റഡി നടത്തുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ കൺസിസ്റ്റൻസി ഇല്ല റിസൾട്ടായിട്ട്, റിപ്പീറ്റബിലിറ്റി ഇല്ല എന്ന് പറയുകയാണ് ഈ ടെസ്റ്റുകൾക്ക്. ഇപ്പോൾ ഒരു സ്റ്റഡിക്കകത്ത് ഇപ്പോൾ വൈറ്റ് കിഡ്സിന് എഫക്ട്സ് ഉണ്ടെന്ന് ചിലപ്പോൾ കണ്ടുവന്ന് വരും. അടുത്ത വേറൊരു സ്ഥലത്ത് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഈ ഒരു എഫക്ട്സ് ചിലപ്പോൾ അവിടെ ഇല്ലാതായി വരും. പക്ഷേ ബിഹേവിയറൽ ജനറ്റിക് സ്റ്റഡീസ് ഉണ്ടല്ലോ, അത് കൺസിസ്റ്റൻ്റ് ആണ്. എവിടെ എപ്പോൾ എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും അതേ റിസൾട്ട്, അതേ പാറ്റേൺ തന്നെയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് അത്രയും സ്ട്രോങ് ആണ്. ബിഹേവിയർ ജനറ്റിക്സ് അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ബിഹേവിയർ ജനറ്റിക്സ് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റായിരിക്കും, ഇത് ശരിയാണെങ്കിൽ ബിഹേവിയർ ജനറ്റിക്സ് ശരിയായിരിക്കും. ഇനി ഈ സോഷ്യലൈസേഷൻ റിസർച്ചേഴ്സ്, പാരന്റിങ് സ്റ്റൈൽ റിസർച്ചേഴ്സ്, അവർ വീട്ടിൽ ഒരു കുട്ടീനെയാണ് പഠിക്കുക, ഒരു കുട്ടീനെ ഒരു പാരന്റിന്. പക്ഷേ ബിഹേവിയറൽ ജനറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുക, 2 കുട്ടികളെ വീതം പഠിക്കുന്നുണ്ട് ഓരോ വീട്ടിൽ നിന്നും. സ്വന്തം കുട്ടികളായിരിക്കാം, അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം. അപ്പോൾ ഏതാണ് കൂടുതൽ റോബസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി? ബിഹേവിയറൽ ജനറ്റിക്സിൻ്റെ സ്റ്റഡിയാണെന്ന് പറയാം. എന്നിട്ട് ഇപ്പോൾ ബിഹേവിയറൽ ജനറ്റിക്സിൻ്റെ മറ്റൊരു ഇംപ്ലിക്കേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 കുട്ടികൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന വേണ്ട, നമുക്ക് രമേഷും സുരേഷിനെ എടുക്കാം. ഇപ്പോൾ രമേഷിൻ്റെ 2 കുട്ടികൾ, ഈ 2 കുട്ടികളുടെ സ്വഭാവം ഒരുപോലെ വരുന്നത് ഇവർ ബയോളജിക്കൽ ചൈൽഡ് ആണെങ്കിൽ മാത്രമാണ്. അത് രമേഷിൻ്റെ സ്വന്തം കുട്ടികളാണെങ്കിൽ മാത്രമാണ് ഇവരുടെ സ്വഭാവം തമ്മിൽ സാമ്യം കാണുന്നുള്ളൂ. ഇപ്പോൾ രമേഷിൻ്റെ ഒരു കുട്ടി സ്വന്തം കുട്ടി, മറ്റേ കുട്ടി അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരേ വീട്ടിലാണ് വളരുന്നതെന്നുണ്ടെങ്കിലും, ഈ രമേഷ് അയാളുടെ പാരന്റിങ് സ്റ്റൈൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരേ എഫക്റ്റ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ബിഹേവിയറൽ ജനറ്റിക്സും ഇതും ഒത്തു നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ബിഹേവിയറൽ ജനറ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബിഹേവിയറൽ ജനറ്റിക്സിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് 3 എണ്ണമാണ്. ഒന്നുകിൽ പാരന്റിൻ്റെ ചൈൽഡ് റിയറിങ് സ്റ്റൈൽ, ഇപ്പോൾ കുട്ടികളെ വളർത്തുന്ന സ്റ്റൈൽ, അതിന് കുട്ടികളുടെ പേഴ്സണാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് ആദ്യത്തെ സാധ്യത, ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാരൻസ് ഡു നോട്ട് ഹാവ് എ കൺസിസ്റ്റൻറ്റ് ചൈൽഡ് റിയറിങ് സ്റ്റൈൽ. അതായത് രക്ഷിതാക്കൾക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചൈൽഡ് റിയറിങ് സ്റ്റൈലില്ല എന്നുള്ളത്. മൂന്നാമത്തെ ഇംപ്ലിക്കേഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they have a consistent style but it has different effects on each child. ഇപ്പോൾ ബിഹേവിയറൽ ജനറ്റിക്സ് സ്റ്റഡീസ് നമ്മൾ കണ്ടു, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. ഇതിൽ ഏത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പാരന്റിങ് സ്റ്റൈൽ റിസർച്ചേഴ്സ് തെറ്റാണ്. ഇപ്പം അവരുടെ വ്യൂസ് ആയിട്ട് ഒത്തുപോകുന്നതല്ല ഈ 3 കാര്യങ്ങളും. ബിഹേവിയറൽ ജനറ്റിക് സ്റ്റഡി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിലെ തെളിവുകൾ അത്രയും ശക്തമാണ്, അതിലെ ഡാറ്റ അത്രയും റോബസ്റ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ 3-ൽ നടക്കുന്നുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു ഡയാന ബോംറിൻ്റെ എന്തിനാണ് ഈ സ്റ്റഡിയൊക്കെ നടത്തിയതും കോട്ട് ചെയ്തതൊക്കെ അവരുടെ ജസ്റ്റ് റൈറ്റ് പാരന്റിങ് സ്റ്റൈലാണ് നല്ലത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മിഡിൽ ക്ലാസ് അമേരിക്കൻസ് ഓഫ് യൂറോപ്യൻ ഡിസെൻറ്റ്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള അമേരിക്കൻസ് ഉണ്ടല്ലോ, യൂറോപ്പിൽ നിന്ന് വന്ന് അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ, അവരുടെ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്ന പാരന്റിങ് സ്റ്റൈൽ എന്താണ്? ഈ പറയുന്ന ജസ്റ്റ് റൈറ്റ് പാരന്റിങ് സ്റ്റൈലാണ്. അതുകൊണ്ടാണ് അവരത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താണ്, സ്വാഭാവികമായിട്ട് അവരെ കുട്ടികളുടെ അടുത്ത് ആ ഒരു സ്റ്റൈലാണ് അവരത് എടുക്കുക. ഇപ്പോൾ അവരെ കുട്ടികളുടെ അടുത്ത് ആ ഒരു സ്റ്റൈൽ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും, അതല്ലെങ്കിൽ പാരന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും എന്നാണല്ലോ. ഇന്നതാണ് സൊസൈറ്റി അപ്രൂവ് ചെയ്യുന്ന കൾച്ചർ, അതാണ് ഏറ്റവും എഫക്റ്റീവ് എന്നുള്ളതാണ് തിയറി. ആ ഒരു പാരന്റിങ് സ്റ്റൈല് പാരന്റ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പാരന്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും എന്നല്ല അതിനർത്ഥം. ഇനി അത് പാരന്റ്സിന്റെ പ്രശ്നമാണെങ്കിൽ അത് എന്താണ്? അതിന് കാരണം ജനറ്റിക് ആയിരിക്കാം. ആ പാരന്റിനെ അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം അയാളുടെ ജീനുകളായിരിക്കാം. ആ ജീനുകൾ അയാൾക്ക് ജനറ്റിക്കായിട്ട് അയാൾ മക്കൾക്ക് പകർന്നു കൊടുക്കാം. അതായിരിക്കും ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇനി കുട്ടിക്കാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റ് റൈറ്റ് പാരന്റിങ് സ്റ്റൈൽ അവരുടെ അടുത്ത് വർക്ക് ചെയ്യില്ല, അവർ വേറെ മെത്തേഡ് യൂസ് ചെയ്യുന്നു.
ഇനി അത് അമേരിക്കൻസ് അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നോ വന്ന് അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന വംശക്കാരുണ്ടല്ലോ, അവിടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹാർഡ് സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൈനീസ് അമേരിക്കൻസ് ടെൻഡ് ടു യൂസ് ടു ഹാർഡ് പാരന്റിങ് സ്റ്റൈൽ. അവർ ആ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, കാരണം അതാണ് അവരുടെ കൾച്ചറിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതി. അവർ ആ സ്റ്റൈൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതൊന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കുക. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഒരു ട്രോളിലേക്ക് കിടക്കുകയാണ്. ഏത് പാരന്റിങ് സ്റ്റൈൽ എടുത്താലും ചില കുട്ടികളെ നന്നാക്കുന്നു, ചില കുട്ടികളെ ചീത്തയാക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്തിനു പഠിക്കണം? പാരന്റ് സ്റ്റൈൽ ഏതെടുത്താലും അത് ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഏത് പാരന്റിങ് സ്റ്റൈൽ എടുത്താലും അതിന് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എഫക്റ്റ് ഇല്ല. ചില സ്ഥലത്ത് അത് കുട്ടികളെ നന്നാക്കും, എന്നാൽ ചില സ്ഥലത്ത് അങ്ങനെയല്ല നടക്കുന്നത്. ഏത് പാരന്റിങ് സ്റ്റൈൽ എടുത്താലും അതാണ് അവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തിനു പഠിക്കണം? എന്താണ്ട് കാര്യം? അതിന് എന്ത് പ്രഡിക്റ്റബിലിറ്റിയാണ് അതിനകത്തുള്ളത്? ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ കുട്ടികൾ എന്തായി തീരുന്നതിനുള്ള എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. ഇതൊന്നും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് യെസ് ഓർ നോ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ചിൽഡ്രൻ ഓഫ് മദേഴ്സ് വിത്ത് പേയിങ് ജോബ്സ്. ഇപ്പോൾ അമ്മമാർക്ക് ജോലി ഉണ്ടെങ്കിൽ, വരുമാനമുള്ള ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുട്ടികൾ എന്തായിത്തീരുന്നു എന്നുള്ളതിനെ കുറിച്ച്, എന്തായിത്തീരുന്നു, ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഇനി ഡേ കെയർ സെൻറ്റേഴ്സ്. കുട്ടികളെ ഡേ കെയർ സെൻറ്റേഴ്സിലാക്കുന്നതൊക്കെ വലിയ പാപമായിട്ടാണല്ലോ നമ്മുടെയൊക്കെ ആളുകൾ കരുതുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു നിലപാടൊക്കെ ആയിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത്. പക്ഷേ ഡേ കെയർ സെൻറ്ററിലാക്കിക്കൊണ്ട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കുട്ടികൾ മോശമാവാനോ ചീത്തയാവാനൊന്നും പോകുന്നില്ല. ഇനി പേരൻസ് ഹിപ്പീസ് ആണ് എന്ന് വിചാരിക്കുക, അവർ കമ്മ്യൂൺസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ ബാധിക്കുമോ? ഇല്ല. ഇനി സിംഗിൾ പേരൻസ് ആണെങ്കിലോ വലിയൊരു വറിയാണല്ലോ. ആളുകൾ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ പറയും, നിങ്ങൾ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? അവർ നിങ്ങൾക്ക് പാരൻറ്റിനും രണ്ട് പേരൻസിനും, ഇപ്പം അച്ഛൻ്റെ അമ്മേരെയൊക്കെ സ്നേഹമൊക്കെ ഒരുപോലെ കിട്ടിക്കഴിഞ്ഞാൽ, സ്നേഹം കരുതലൊക്കെ ഒരുപോലെ കിട്ടിക്കഴിഞ്ഞാലാണല്ലോ നല്ലൊരു സമൂഹജീവിയായി വളർന്നു വരാമെന്നൊക്കെയുള്ള സങ്കല്പമുണ്ട്. പക്ഷേ സിംഗിൾ പേരൻസ് വളർത്തുന്ന കുട്ടികളാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഇനി ഓപ്പൺ മാരേജസ് ആണെങ്കിലോ ഒരു പ്രശ്നമില്ല. ഇനി പേരൻസ് ലെസ്ബിയൻസ് ഗേസ് ഒക്കെ ആണെങ്കിലോ ഒരു പ്രശ്നമില്ല. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഒരു പ്രശ്നമില്ല. ഇത്രയും ക്ലിയർ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോവാ. സിൻഡ്രല്ലയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ? സിൻഡ്രല്ലയുടെ കഥ കേട്ടിട്ടില്ല? സിൻഡ്രല്ല എന്താണ്? അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി, അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അവർക്ക് 2 പെൺമക്കൾ വേറെ ഉണ്ട്. അച്ഛൻ ജോലി അന്വേഷണം കണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പുറത്തു പോകുന്ന സമയത്ത് ഈ ചിറ്റമ്മ എന്ത് ചെയ്യാണ്? അവരുടെ തനിക്കുണം പുറത്തെടുക്കുകയാണ്. അവരാ കുട്ടീനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയാണ് വീട്ടിൽ, സിൻഡ്രല്ലേനെ കൊണ്ട്. ചോദിക്കാനും പറയാനൊന്നും അവിടെ ആരുമില്ല. അപ്പോൾ ആ കുട്ടി വളർന്നു വരുന്നത് എന്താണ്? വളരെ കുനയായിട്ടാണ്. ആ കുട്ടി വളരെ വീട്ടിലെ കംപ്ലീറ്റ് ജോലികൾ അതിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. കറക്റ്റ് ഒരു വേലക്കാരിനെ പോലെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. വളരെ ഒതുങ്ങി കൂടിയ ഷൈ ആയിട്ടുള്ളൊരു പ്രകൃതം. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ രാജാവും രാജ്ഞിയും കൂടി ഒരു വിളംബരം നടത്തുകയാണല്ലോ. ഇപ്പം ഞങ്ങളുടെ മോൻ രാജകുമാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ പുള്ളിക്ക് കല്യാണപ്രായമായി, അപ്പം നാട്ടിലുള്ള കംപ്ലീറ്റ് പെണ്ണുങ്ങളുടെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊക്കെ അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളംബരം വന്ന സമയത്ത് ആ ചിറ്റമ്മേരെ മക്കൾ 2 പേരും കൂടി ഭയങ്കര ഉത്സാഹത്തോടു കൂടി പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ സിൻഡ്രല്ലയ്ക്ക് ഒരാഗ്രഹം, പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം വരുന്ന സമയത്ത് ഒരു ഫെയറി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കുന്നു. വളരെ എന്താ പറയുക, തിളങ്ങുന്ന പട്ടുകുപ്പായങ്ങളൊക്കെ സിൻഡ്രല്ലയ്ക്ക് കിട്ടുകയാണ്. അങ്ങനെ സിൻഡ്രല്ല അവിടെ രാജകൊട്ടാരത്തിലെത്തുന്നു, ഡാൻസ് കളിച്ചിട്ട് രാജകുമാരനെ വളയ്ക്കുന്നു.
എന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല, ചെരുപ്പ് അവിടെ മറന്നിടുന്നു. അങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതൊരു ഫെയറി ടെയിൽ അല്ലേ എന്ന് നമുക്ക് തോന്നാം. അതായത് വീടിനകത്തൊരു പേഴ്സണാലിറ്റി, പുറത്ത് വേറൊരു പേഴ്സണാലിറ്റി, ലുക്കിൽ മാത്രമല്ല ആറ്റിറ്റ്യൂഡേ ഡിഫറെൻറ്റ്. ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് സിൻഡ്രല്ല തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ആളുകൾ. പക്ഷേ ഇങ്ങനെയാണ് നമ്മളെല്ലാവരും. നമ്മൾ ഓരോരുത്തരും ഓരോ സിൻഡ്രല്ലമാരാണ്. നമ്മൾ വീടിനകത്തൊരു പേഴ്സണാലിറ്റി, വീടിന് പുറത്ത് നമ്മൾ വർക്ക് സ്പേസിൽ നമ്മൾ വേറൊരാളായിരിക്കും, നമ്മൾ ഫേസ്ബുക്കിൽ കയറിയ വേറൊരാളായിരിക്കും, നമ്മൾ കളിസ്ഥലത്ത് പോയാൽ നമ്മൾ വേറൊരാളായിരിക്കും. നമുക്കൊക്കെ ഒരു സങ്കല്പമുണ്ട്, നമുക്കൊക്കെ സ്ഥായി ആയിട്ടുള്ള ഒരു സിംഗിൾ പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് വെറും ഒരു തെറ്റായ സങ്കല്പമാണെന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഭാഗത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. റോബർട്ട് സി കാർസൺ എന്ന് പറയുന്ന സൈക്കോളജി പ്രൊഫസർ, ആള് 1989 ഒരു സ്റ്റഡി നടത്തിയിട്ട് പറയുന്നുണ്ട്, പീപ്പിൾ ബിഹേവ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അവർ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ അന്യൻ സിനിമ കണ്ടിട്ടില്ലേ? അന്യൻ സിനിമയിലകത്ത് ഇയാളെന്താണ്, വീട്ടുകാരെ കാണുമ്പോൾ ഇയാൾ അമ്പിയാണ്, മറ്റേ പെൺകുട്ടീനെ കാണുമ്പോൾ ഇയാൾ റമവാവും, അനീതി വല്ലതും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അന്യനാവും. അതുപോലെയാണ് നമ്മളെല്ലാത്തിലും. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ കോണ്ടെക്സ്റ്റ് കാണുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയി തീരുന്നു പറയുകയാണ്. എക്സാക്ട്ലി അതുപോലെയല്ല. അപ്പം ഇതിനകത്ത് ഒരു റിയൽ പേഴ്സണാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് റോബർട്ട് സി കാർസൺ ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ ഒരു പ്രിസണർ അല്ല, ഒരു ജയിലർ, ജയിലർ, അയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ കുട്ടികളോട് വളരെ സൗമ്യമായിട്ടും വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയൊക്കെയാവും പെരുമാറുന്നുണ്ടാവുക. പക്ഷേ അയാൾ ജയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ അവിടുത്തെ പ്രിസണേഴ്സിൻ്റെ അടുത്ത് ട്രീറ്റ് ചെയ്യുന്നത്, പെരുമാറുന്നത് വളരെ പരുഷമായിട്ടായിരിക്കും. അപ്പം നമുക്ക് ചോദിക്കാം, എന്താണ് ഇയാളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നല്ലോ ഇനീഷ്യലി, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ടോ എന്നുള്ളത്. കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സ്വഭാവം സ്ഥായി ആയിട്ടുണ്ടെങ്കിലല്ല ആ ചോദ്യത്തിന് വാല്യൂ ഉള്ളൂ. കുട്ടികൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഓരോ കോണ്ടെക്സ്റ്റിലും. വീട്ടിനകത്തൊരു പേഴ്സണാലിറ്റി, പുറത്ത് വേറെ പേഴ്സണാലിറ്റി. നമ്മൾ ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കളിസ്ഥലത്ത് പോകുന്നുണ്ട്, അവിടെ നിന്ന് സ്കൂളിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് ഓഫീസിൽ പോകുന്നുണ്ട്, നമ്മളീ പോകുന്നിടത്തൊക്കെ നമ്മളുടെ ഓർമ്മകൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിച്ച കാര്യം, ഇപ്പോൾ വീട്ടിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ. അപ്പോൾ അതിനകത്ത് ഡഗ്ലസ് ഡെറ്റർമാൻ എന്ന് പറയുന്ന ലേണിംഗ് തിയറിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, there is no convincing evidence that people spontaneously transfer what they learned in one situation to a new situation unless the new situation closely resembles the old one. നമ്മളൊരു സിറ്റുവേഷനിൽ പഠിച്ച കാര്യം അത് വേറൊരു സിറ്റുവേഷനിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് തെളിവില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ രണ്ട് സിറ്റുവേഷനും അത്രയും സിമിലർ അല്ലെങ്കിൽ. ഇനി പുള്ളിക്കാരൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് അണ്ടർ ജനറലൈസേഷൻ മേ ബി മോർ അഡാപ്റ്റീവ് ദാൻ ഓവർ ജനറലൈസേഷൻ. അതായത് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ കോണ്ടെക്സ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഡിഫറെൻ്റ് റൂൾസ് ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു അനുമാനം, അതാണ് അണ്ടർ ജനറലൈസേഷൻ. ഓവർ ജനറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ സിറ്റുവേഷൻസും ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഒരിടത്ത് പഠിച്ച കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലായിടത്തും പോവാം, ഒരുപോലെ പെരുമാറാം എന്നുള്ള അസംഷനാണ് ഓവർ ജനറലൈസേഷൻ. നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മുടെ ദിലീപ് മമ്പിൾ സാറ് എവല്യൂഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പരിണാമത്തിൻ്റെ കൈവഴിയിൽ നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് അണ്ടർ ജനറലൈസേഷൻ ആണോ ഓവർ ജനറലൈസേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെറ്റർമെൻ പറയാം അണ്ടർ ജനറലൈസേഷൻ ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ സിറ്റുവേഷനകത്തും
ഓരോ പുതിയ സോഷ്യൽ കോണ്ടെക്സ്റ്റിലും പുതിയ നിയമങ്ങളായിരിക്കും എന്ന് അസ്യൂം ചെയ്ത് പുതിയതായിട്ട് ഓരോ സിറ്റുവേഷനിലും ചുവടുവെക്കുമ്പോഴും പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന രീതിയിലാണ് നമ്മളൊക്കെ പരിണമിച്ചു വന്നിട്ടുള്ളതെന്നാണ് ഡഗ്ലസ് ലെറ്റർമാൻ പറയുന്നത്. ഇനി ഇതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള തൊട്ടിൽ പഠനം, തൊട്ടിൽ എക്സ്പെരിമെന്റ്. കരോളിൻ റോവി കോളിയർ എന്ന് പറയുന്ന ഡെവലപ്മെന്റലിസ്റ്റ് ഉണ്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ, ആ ഒരു കുട്ടി ഒരു 6 മാസത്തിലും താഴെ പ്രായമായിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടീനെ ഒരു റൂമിൽ കിടത്തിയിട്ടുണ്ട്, ഒരു തൊട്ടിൽ കിടത്തിയേക്കാണ്. ആ തൊട്ടിലിൻ്റെ സൈഡിലൊക്കെ ഓരോ തുണികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം അതൊക്കെ മാറ്റുന്നുണ്ട് ഇവർ സ്റ്റഡിയുടെ ഭാഗമായിട്ട്. അതുപോലെ ഈ കുട്ടിയുടെ കണങ്കാലിൽ ഒരു വള്ളി കെട്ടിച്ചിട്ടുണ്ട്. ഈ വള്ളി മേലെ പോയിട്ട് ഒരു മൊബൈൽ, ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു കളിപ്പാട്ടം. അപ്പം ഈ കുട്ടി ഈ വലത്തെ കണങ്കാലിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വള്ളി വലിയും. അപ്പം എന്താണ്, ആ മുകളിലുള്ള ആ സാധനം കിടന്ന് ഇങ്ങനെ ഇളകും. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ കുട്ടി പതിയെ അതിങ്ങനെ പഠിച്ചെടുക്കും. ഈ കുട്ടി ഈ കാല് ഇങ്ങനെ ഇളക്കുമ്പോഴാണ് ഈ സാധനം വലിയുന്നതെന്നുള്ളതും ആ സാധനം മേലുള്ള സാധനം കിടന്ന് ഇളകുന്നതെന്നുള്ളതും ഈ കുട്ടി പഠിച്ചെടുക്കും. ഈ ഒരു കാര്യം കുട്ടി ഒരാഴ്ച വരെ ഓർമ്മ വയ്ക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കരോളിൻ റോവി കോളിയറും കൂട്ടുകാരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊട്ടിലില്ലേ, ഈ തൊട്ടിൻ്റെ സൈഡിലുള്ള തുണികളൊക്കെ എടുത്ത് മാറ്റും, വേറെ തുണികളിടും. അതുപോലെ ഈ മേലെ കെട്ടിയുള്ള സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഡിസൈൻ മാറ്റും, ഷേപ്പ് മാറ്റും, കളറ് മാറ്റും. അതുപോലെ ഈ കുട്ടീനെ ഒരു റൂമിൽ നിന്ന് മാറ്റിയിട്ട് വേറെ റൂമിൽ മാറ്റും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പരീക്ഷണങ്ങൾ നടത്തുകയാണ്. സൈഡിലുള്ള തുണി മാറ്റി പരീക്ഷിക്കുന്നു, ഈ തൊട്ടിൽ മാറ്റി റൂം മാറ്റി പരീക്ഷിക്കുന്നു, മേലെ കെട്ടിയുള്ള സാധനം മാറ്റി പരീക്ഷിക്കുന്നു. അപ്പോൾ ഈ പരീക്ഷണങ്ങളിലൂടെ ഇവർക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഈ കുട്ടിയുടെ ഏതെങ്കിലും ഒരു കാര്യം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സൈഡിൽ കെട്ടിയുള്ള തുണികളായിരിക്കാം, അല്ലെങ്കിൽ റൂമായിരിക്കാം, അതല്ലെങ്കിൽ മേലെ കെട്ടിയുള്ള സാധനമായിരിക്കാം, ഇതിലേതെങ്കിലും മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ മിഴിച്ചേക്കും. അതൊരു പുതിയ കോണ്ടെക്സ്റ്റ് ആണല്ലോ, ഒരു പുതിയ സിറ്റുവേഷൻ ആണല്ലോ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് കുട്ടി ഇത് ആദ്യം പൂദ്യം പഠിച്ചെടുക്കണം. ഈ കണങ്കാലിട്ട് അടിച്ചു കഴിഞ്ഞാലാണ് ഈ സാധനം കിടന്ന് ഇളകുക എന്നുള്ളതൊക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തിയറിയുടെ എവിഡൻസ് ആണ് ഈ കരോളിൻ റോവി കോളിയർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ പറയുന്നു, വാട്ട് യു ലേൺ ഇൻ വൺ കോണ്ടെക്സ്റ്റ് വിൽ നോട്ട് നെസസറിലി വർക്ക് ഇൻ അനദർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മളെല്ലാവരും സിൻഡ്രല്ലനെ പോലെ ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ പേഴ്സണാലിറ്റീസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കുട്ടികളുടെ കേസിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പേഴ്സണാലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ പേരൻസിന് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോകാമല്ലോ. അവസാനത്തെയാണ് ഹ്യൂമൻ നേച്ചർ, അതായത് മനുഷ്യപ്രകൃതി. എവല്യൂഷൻ്റെ ബേസിൽ നമ്മൾ ഈ പാരൻറ്റിങ്ങിനെ വിലയിരുത്തുകയാണ്. ഇപ്പോൾ ദിലീപ് മമ്പള്ളി സാർ എവല്യൂഷനെ കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തു. ഇപ്പോൾ പുള്ളിക്കാരൻ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ബോഡീസ് മാത്രമല്ല നമ്മളുടെ മനസ്സും എവല്യൂഷൻ്റെ ഭാഗമാണ്, എവല്യൂഷൻ വഴി ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ നമ്മളെ സർവൈവ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക ഇപ്പം കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പേരൻസിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണോ അതോ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ ജൂഡിത്ത് ഹാരിസ് ഉണ്ടല്ലോ, അവർ പറയുന്നത് അവർക്കൊരു 4 റീസൺസ് അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ 4 റീസൺസ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു പേരൻസ് ആയിരിക്കില്ല, മറിച്ച് കളിക്കൂട്ടുകാരായിരിക്കും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കാരണം. ഇപ്പോൾ പേരൻസിൻ്റെ അടുത്തുനിന്ന് ആണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അപകടങ്ങളുണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊക്കെ സാധ്യമല്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് നമ്മളെ അപകടത്തിലാക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു സെക്ഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ 4 കാരണങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ കാരണം ഇപ്പം ഡേവിഡ് റോ എന്ന് പറയുന്ന ബിഹേവിയറൽ ജനറ്റിസിസ്റ്റ് പറയുന്നുണ്ട്, നമ്മളുടെ എന്താ പറയുക
പുതിയ തലമുറയായിരിക്കും എപ്പോഴും പുതിയ പുതിയ ഇന്നോവേഷൻസ് ആയിട്ട് മുന്നോട്ട് വരാം. ഇപ്പം നമ്മുടെ പേരൻസ് ഒക്കെ പറയുന്നത് കേൾക്കാം, നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറയുന്നത് കേൾക്കാം, ചെറിയ പിള്ളേരാണ്, 3 വയസ്സായിട്ടുള്ളൂ, 4 വയസ്സായുള്ളൂ, പക്ഷെ മൊബൈൽ കുത്തി കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അതിശയം. ഇവരെവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചെടുത്തു എന്ന് ചോദിക്കും. അവരുടെ അടുത്തുനിന്നല്ല, അവർക്കറിയില്ല. അപ്പോൾ എന്താണ്, പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ, പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നത് പലപ്പോഴും യങ്സ്റ്റേഴ്സിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പേരൻസിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക എന്നുള്ളൊരു നിലപാട് എവല്യൂഷണറിലി കറക്റ്റ് അല്ല. ഞാൻ പുതിയൊരു സാധനം ഉണ്ടാക്കിയപ്പോൾ ഇനി അടുത്തൊരു ട്രോളാണ്. അച്ചായി സെക്സ് എന്തിനാ പരിണമിച്ചിട്ടുണ്ടായത്? അപ്പം അച്ഛൻ പറയാണ് വാഴകൃഷി നിയന്ത്രിക്കാനായിരിക്കും. സെക്സ് ശരിക്കും എന്തിനാണ് പരിണമിച്ചിട്ടുണ്ടായത്? അപ്പം നമ്മൾ വിചാരിക്കും കുട്ടികളുണ്ടാക്കാൻ. അപ്പോൾ കുട്ടികളുണ്ടാക്കാൻ സെക്സ് വേണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. ഭൂമിയിൽ ഒരുമാതിരിപ്പെട്ട ജീവികളൊക്കെ, വലിയൊരു ശതമാനം ജീവികളും എന്താ അലൈംഗിക ഉൽപാദനമാണ് നടക്കുന്നത്. അവിടെ ബാക്ടീരിയാസൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിഘടിച്ച് കോപ്പികൾ ഉണ്ടാകുന്നു. വേറെയും ജീവികളുണ്ട്, പാർത്തനോജനസിസ് എന്നാണ് നമ്മളതിനെ പറയുക. അവർ സെക്സ് വേണമെന്നില്ല, അവർ സ്വന്തമായിട്ട് കുട്ടികളുണ്ടാക്കും. ഈ കുട്ടികളുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ജീനുകൾ 100% സെയിം ആയിരിക്കും, ക്ലോണുകളായിരിക്കും ശരിക്കും പാരൻസിൻ്റെ ഈ കുട്ടികൾ. അപ്പോൾ അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം, ഒരു പാരസൈറ്റ് ഈ ഒരു പാരന്റിനെ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ജീവിനെ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കട്ടെ, ആ വംശം അതോടെ നശിക്കും. കാരണം ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഫൈറ്റ് ചെയ്യാനുള്ള ജനറ്റിക് വെറൈറ്റി എന്താണ്, ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം ഈ കുട്ടികൾ പാരൻസിൻ്റെ ക്ലോണാണല്ലോ. സെക്സ് അതേസമയം എന്താണ്, ജനറ്റിക് വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജീനുകൾ, പാരൻസിൻ്റെ ജീനുകൾ തമ്മിൽ മിക്സ് ചെയ്യാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണ്, ഏതെങ്കിലും ഒരു പാരസൈറ്റിന് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജീനുകൾ വെറൈറ്റി വരുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ പാരസൈറ്റിനെ പ്രതിരോധിക്കാനുള്ള ജീനുകൾ ചിലപ്പോൾ നമുക്ക് പകർന്നു കിട്ടും. അങ്ങനെയാണ് സെക്സ് ഇവോൾവ് ചെയ്തു വന്നത്. അപ്പോൾ വെറൈറ്റി എന്ന് പറയുന്ന സംഭവം എന്താണ്, അത് ഫാമിലിയിലും നോളജിൻ്റെ കാര്യത്തിലും ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ പേരൻസ് എന്താണ്, അവരുടെ ജീനുകൾ 100% ഷെയർ ചെയ്യുന്ന, ജീനുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നല്ലോ. ഇനി പേരൻസിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നതെന്ന് കൂടി വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ പേരൻസിൻ്റെ ക്ലോണുകൾ പോലെ ആയിരിക്കും. അപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ പാരൻസിന് അറിയാവുന്ന കാര്യങ്ങളല്ല കുട്ടികൾക്ക് അറിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക, നമ്മളുടെ വംശനാശം തന്നെ സംഭവിക്കാൻ സാധ്യത അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടായിരിക്കും. പക്ഷേ അതേസമയം നമ്മൾ കുട്ടികളൊക്കെ ലേണിങ് കുറച്ച് കാര്യങ്ങൾ പാരൻസിൽ നിന്ന് പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പഠിക്കുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു വലിയൊരു നോളജ് ബേസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ടാക്കിൾ ചെയ്യാൻ പാരൻസും കുട്ടികളും എക്യുപ്ഡ് ആയിരിക്കും, ആ ഫാമിലി ആസ് എ ഹോൾ എക്യുപ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് അടുത്ത കാരണം. അപ്പം അതുകൊണ്ടൊക്കെ ഈ പാരൻസിന് അത്ര വലിയ ഇൻഫ്ലുവൻസ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മൂന്നാമത്തെ റീസൺ, ഇപ്പോൾ നമുക്കൊക്കെ 2 പേരൻസും ഉണ്ടായി തുടങ്ങിയിട്ട് എത്ര കാലം ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കാലമൊന്നും ആയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴാണ് നമുക്കിപ്പോൾ വീടിൻ്റെയൊക്കെ ഒരു സേഫ്റ്റി ഉള്ളത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനം പങ്കിട്ടുള്ളത് എവിടെയാണ്, കാടുകളിലാണല്ലോ. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഈ പുലിയരും കടുവേരൊക്കെ ഇടയിലാണല്ലോ ജീവിച്ചു വന്നത്. ഇന്നും നിങ്ങളെ ട്രൈബൽ സൊസൈറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഇപ്പം നെപ്പോളിയൻ ഷാഗ്നോൺ എന്ന് പറയുന്ന ആന്ത്രോപോളജിസ്റ്റ് പറയുന്നത് തന്നെയാണ്. ഇപ്പം പുള്ളിക്കാരൻ യാനോ മാമോ എന്ന് പറയുന്ന ട്രൈബിനകത്ത് പഠനം നടത്തിയ സമയത്ത് പുള്ളിക്കാരൻ കാണുന്നത് എന്താ വെച്ചാൽ, അവിടെയുള്ള സർവൈവിങ് സിബ്ലിങ്സിന് അഡൾട്ട്സിൽ ചിൽഡ്രനിൽ 1/3 ആൾക്കാർക്ക് മാത്രമാണ് 2 പേരൻസ് ഉള്ളതെന്നാണ് പറയുന്നത്. The likelihood that a child of 10 will still be living with both biological parents is only 1 in 3. ഒരു 10 വയസ്സായിട്ടുള്ള കുട്ടി ആ 2 പേരൻസിൻ്റെയും കൂടെ ജീവിക്കാനുള്ള സാധ്യത 1/3 മാത്രമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പേരൻസൊക്കെ ജീവിച്ചിരുന്നത്. അപ്പം നമുക്ക് ഇന്ന് എന്താ പറയുക, ഡിഫറെൻ്റ്, ഇപ്പോൾ ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ പേരൻസ് സ്ഥിരമായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ്,
ഇപ്പം പേരൻസിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ള ഒരു നിലപാട് വന്നു കഴിഞ്ഞാൽ, ഇപ്പം പേരൻസ് ഇല്ലാതെ മരിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ കുട്ടികളെ എങ്ങനെ സർവൈവ് ചെയ്യും? അതൊരു ഡെത്ത് വാറൻ്റ് ആണല്ലോ ശരിക്കും. ആ ഒരു നിലപാടാണ് നമ്മളുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ. പക്ഷെ അതേസമയം കുട്ടികൾ അവരെ പിയർ ഗ്രൂപ്പിൽ നിന്ന് അടുത്ത് നിന്നാണ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബർട്ട് ട്രിവേഴ്സ് എന്ന് പറയുന്ന ബയോളജിസ്റ്റ് പറഞ്ഞതുപോലെ ഇപ്പോൾ പേരൻസിൻ്റെയും കുട്ടികളുടെയും ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പേരൻസിന് ഫുള്ളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ നിന്ന് കൊടുക്കില്ല എന്നുള്ളതാണ്. പേരൻസിൻ്റെ അടുത്ത് നല്ല രീതിയിലൊക്കെ നിൽക്കും, എന്നിട്ട് അവരവരുടെ അവസരം വരുന്ന സമയത്ത് അവർ ഉപയോഗിക്കും. ഒരു നിലപാടാണ് എവല്യൂഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം, വീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുലകൂടി നിർത്തൽ. നിങ്ങൾ ആ കുട്ടിയുടെ ഫോട്ടോ നോക്കുക. അപ്പോൾ പേരൻസ് എന്തിനാണ് ചെയ്യുന്നത്? മുലകൂടി നിർത്തുന്നത് എന്തിനാണ്? അപ്പോൾ അടുത്ത കുട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കുട്ടിയുടെ ഭാഗത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആ കുട്ടി പരമാവധി കെയർ കിട്ടണം തന്നെയാണ് പിന്നെ ആഗ്രഹിക്കാമല്ലോ. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വീണ്ടും ബേബീഷായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും, പെരുമാറിക്കൊണ്ടിരിക്കും. അവർ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മളെന്താണ്, കൂടുതൽ അവരെ ശ്രദ്ധിക്കും. ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വേറെ കുട്ടി ഉണ്ടാകുന്നൊന്നും അതിനിഷ്ടമില്ല. ഞാൻ ജനറ്റിക് പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയുള്ളൂ. അപ്പോൾ പേരൻസിൻ്റെ താല്പര്യവും കുട്ടികളുടെ താല്പര്യവും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പേരൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കുട്ടികൾ നിന്നു കൊടുക്കില്ല എന്ന് പറയുകയാണ്. ആ രീതിയിൽ വളർന്നു വരില്ല. ഇപ്പോൾ വേറെ രീതിയിലായാലും പേരൻസിൻ്റെ ഇൻട്രസ്റ്റും കുട്ടികളുടെ ഇൻട്രസ്റ്റും തമ്മിൽ വ്യത്യാസം വരാം. ഇപ്പോൾ പേരൻസ് ചിലപ്പോൾ പെർഹാപ്സ് ദ പേരൻസ് വുഡ് ലൈക്ക് ദെയർ ഡോട്ടേഴ്സ് ടു റിമെയിൻ വിത്ത് ദം ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം ഇൻ ദെയർ ഓൾഡ് ഏജ്. ഇപ്പോൾ ചില പേരൻസിന് അവരെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന താല്പര്യം ഉണ്ടായിരിക്കില്ല. വയസ്സാം കാലത്ത് അവരെ കൂടെ അവരെ പരിപാലിച്ച് നിൽക്കണം എന്നായിരിക്കും ചില പേരൻസിന് താല്പര്യം ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സിനെയൊക്കെ ബ്രദേഴ്സിൻ്റെ കുട്ടികളെ നോക്കി നിൽക്കാൻ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നല്ല കാശുകാരനായിട്ടുള്ള ഒരു വയസ്സൻ, അയാൾക്ക് നല്ല സ്ത്രീധനം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഈ കുട്ടീനൊക്കെ ചിലപ്പോൾ പേരൻസ് കെട്ടിച്ചു കൊടുത്തു എന്ന് വരും. ഞാനതാ പറഞ്ഞത്, പലപ്പോഴും പേരൻസിൻ്റെ ഇൻട്രസ്റ്റും കുട്ടികളുടെ ഇൻട്രസ്റ്റും തമ്മിൽ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, Trivers concludes that the offspring's best policy is to watch out for its own interests while trying to remain in good terms with its parents. ഇത്രയാണ് ഞാൻ ഈ ടോക്കിനകത്ത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം എൻ്റെ ടോക്ക് കേട്ടുവരുന്ന എല്ലാവർക്കും ഞാൻ കേരള ഫയർഫോഴ്സിൻ്റെ പേരിലും മണവാളൻ സെൻസിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എസ്സെൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.